ഇദ്ദേഹത്തിന്റെ 3 മക്കളാണ്. മൊത്തത്തിൽ ഇദ്ദേഹത്തിന് 15 കോടി 22 വേണം താനും. ഇനി 2 പേരെ 10% നഷ്ടവനും മറിച്ചു. പൂജ്യം ഇവിടുന്ന് ഒരു പൂജ്യം, ഇവിടുന്ന് ഒരു പൂജ്യം, ഇവിടുന്ന് ഒരു പൂജ്യം. 22 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം എടുക്കേണ്ട. 15 കുറയ്ക്കുമ്പോൾ നമുക്ക് 100 കിട്ടും. 10ന്റെ 7.5 ലിറ്റർ ശുദ്ധമായ 40% X+Y അദ്ദേഹം കാര്യമായി എന്തോ പറയുന്നുണ്ട്. എന്നാലും എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ്, ഈ പരീക്ഷകൾക്കൊക്കെ കാര്യമായി പഠിക്കുന്നവർ ഈ ഒരു ക്ലാസ് ആദ്യ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. 100% നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് പെർസെൻറ്റേജ്, ശതമാനം. ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് ഇതുവരെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾ, അതുപോലെ മെയിൻസ് പരീക്ഷകളിൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അത് മുഴുവൻ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ക്ലാസ് കൂടെ ആകുമ്പോഴത്തേക്കിന് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ നല്ല വൃത്തിയായി പഠിച്ചു മാറിയിട്ടുണ്ടാവും. അപ്പോൾ എന്നും പറയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ ചാനലിൽ നിങ്ങൾ പുതുതായിട്ടാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ പേരും ട്രിക് ടേൺ എന്ന് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ആ ടെലിഗ്രാം ചാനലിലൂടെ നൽകി വരുന്നുണ്ട്. അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇപ്പോഴാണെങ്കിൽ ഡിഗ്രി ലെവൽ 2025 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമ്മൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക യൂട്യൂബിൽ. അതിൽ ഡിഗ്രി ലെവൽ 2025 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഓരോ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് വന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഓർഡറായി ചെയ്തു പോവുകയാണ്. അപ്പോൾ ആ ഓരോ ടോപ്പിക്കും തീർന്നതിന് ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എക്സ്ട്രാ വർക്കൗട്ടായിട്ട് ചോദ്യങ്ങൾ ഇടാറുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ അവിടെ ഇടാറുണ്ട്. ഇനി എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള അവസരവും അവിടെ നൽകി വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അവിടെ ട്രിക് ടേൺ എന്ന് TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക, ജോയിൻ ചെയ്യാൻ പറ്റും. അതുമല്ല, ഇനി എല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഉൾപ്പെടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. ഈ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതുവഴി വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ പെർസെൻറ്റേജിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. 2022 ഡിഗ്രി മെയിൻസിന് വന്ന ചോദ്യമാണ്. റീന സാലറി വാസ് റെഡ്യൂസ്ഡ് ബൈ 30%. റീനയുടെ സാലറി 30% കുറഞ്ഞു. ബൈ വാട്ട് പെർസെൻറ്റേജ് ഹെർ സാലറി ഷുഡ് ഇൻക്രീസ് ഇൻ ഓർഡർ ടു ഗെറ്റ് ഹെർ ഓൾഡ് സാലറി. എങ്കിൽ അവളുടെ സാലറി എത്ര ശതമാനം കൂട്ടിയാൽ പഴയ സാലറി ആവും? ഒന്നുകൂടെ പറയുന്നു. റീനയുടെ ശമ്പളം 30% കുറഞ്ഞു. എങ്കിൽ എത്ര ശതമാനം കൂട്ടിയാൽ പഴയ ശമ്പളമാവും എന്നതാണ് ചോദ്യം. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, 30% കുറഞ്ഞു, അപ്പോൾ ഒരു 30% അങ്ങ് കൂട്ട്, പഴയ പോലെ ആവും എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ അങ്ങനെ ചിന്തിക്കരുത്, തെറ്റാണ്. കാര്യം ഇവിടെ ശതമാനത്തിലാണ് പറയുന്നത്. ഒരിക്കലും 30, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 10,000 റീനയുടെ സാലറി എങ്കിൽ അത് 30% കുറഞ്ഞാൽ അത് 7,000 ആവും. 7,000-ൽ നിന്നാണ് പിന്നെ 30% കൂടണ്ടേ. 7,000-ൽ നിന്ന് 30% കൂടിയാൽ അത് 9,100 ആവത്തുള്ളൂ. പഴയ 10,000 തിരിച്ചു വരത്തില്ല. ശതമാനം അങ്ങനെയല്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? നമ്മൾ എടുക്കുന്നു റീനയുടെ സാലറി 100. എന്താ? റീനയുടെ സാലറി 100. ഇനി റീനയുടെ സാലറി 30% കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തു 70. എവിടെ? 70. അപ്പോൾ 10% കുറഞ്ഞാലോ 90, 20% കുറഞ്ഞാലോ 80, 30% കൂടിയാലോ 130, 10% കൂടിയാലോ 110, 5% കൂടിയാലോ 105, 5% കുറഞ്ഞാലോ 95. ഓക്കെ. അപ്പോൾ റീനയുടെ സാലറി 100 ആയിരുന്നു. അത് 30% കുറച്ചപ്പോൾ 70 ആയി. ഇനി 70-ൽ നിന്ന് 100-ലേക്ക് വരാൻ എത്ര കൂട്ടണം എന്നതാണ് ചോദ്യം. മക്കളെ, ഈ മോഡൽ ചോദ്യമാണെങ്കിൽ തിരിച്ചെത്ര കൂട്ടിയാൽ പഴയതാവും, അല്ലെ തിരിച്ചെത്ര കുറച്ചാൽ പഴയതാവും
ഇങ്ങനെയൊക്കെയുള്ള ചോദ്യമാണെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ ഇവരുടെ വ്യത്യാസം എടുക്കുക. വ്യത്യാസം എത്ര? 30. 100ഉം 70ഉം തമ്മിലുള്ള വ്യത്യാസം 30 ബൈ 100 അല്ലാത്ത സംഖ്യ എടുത്ത് അടിയിൽ കൊടുക്കുക. ഷോർട്ട് കട്ടാണ്, ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോ. 100 70 ഉണ്ട്. 100 അല്ലാത്ത സംഖ്യ എത്രയാണ്? 70. ശതമാനമാക്കാൻ ഇൻറ്റു 100. ഒന്നുകൂടെ പറയുന്നു, ഇവര് തമ്മിലുള്ള വ്യത്യാസം 30 ബൈ 100 അല്ലാത്ത സംഖ്യ എടുത്ത് അടിയിൽ കൊടുത്തു 70 ഇൻറ്റു 100. അപ്പൊ ഈ 0 ഇവിടെ പോയി. ഇനി വെട്ടാനായിട്ടൊന്നുമില്ല. 3 ഗുണം 100 എന്ന് പറയുന്നത് 300 ആണ്. 300നെ 7 കൊണ്ട് ഭാഗിക്കണം. കാര്യം 300ഉം അടിയിൽ ഒരു 7 ഉള്ളൂ. 300നെ 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ 7 4 28, ബാക്കി 2 0, 7 2 14, ബാക്കി ശിഷ്ടം 6. അപ്പൊ മെയിൻ ആൻസർ മക്കളെ 42. ശിഷ്ടമായ 6 മുകളില്, ഹരിച്ച സാധനമായ 7 താഴെ. അപ്പൊ നമ്മുടെ ഉത്തരം 42 6/7 ആണ്. ഒന്നുകൂടെ പറയുന്നു, മെയിൻ ആൻസർ 42. ശിഷ്ടമായ 6 മുകളില്, ഹരിച്ച സാധനമായ 7 താഴെ. ശിഷ്ടമായ 6 മുകളില്, ഹരിച്ച സാധനമായ 7 താഴെ. നമുക്ക് പറയാം 42 6/7%. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അപ്പൊ ഇത് ചെയ്തതിൻ്റെ ലോജിക്ക് ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണം. 100 ആയിരുന്നു റീനയുടെ സാലറി. 30% കുറഞ്ഞപ്പോൾ ഇത് 70 ഇനി 70ൽ നിന്ന് എത്ര കൂട്ടിയാൽ 100 ആവും? 30 കൂട്ടിയാൽ 100 ആവും. അതെവിടെ നിന്നാ കൂട്ടേണ്ടത്? 70ൽ നിന്ന് കൂട്ടണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഇവിടെയല്ലേ? പെർസെൻറ്റേജ് എവിടുന്ന് കൂടുന്നോ അത് അടിയിൽ കൊടുക്കുക, അല്ലെ എവിടുന്ന് കുറയുന്നോ അത് അടിയിൽ കൊടുക്കുക. ആലോചിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ. അപ്പൊ 100 ആയിരുന്നു, ഇപ്പൊ 70. 70ൽ നിന്ന് 100 ആക്കണമെങ്കിൽ 30 കൂടണം. എവിടെ നിന്ന് കൂടണം? 70ൽ നിന്ന് കൂടണം. കാര്യം ഇപ്പൊ 70. ശതമാനമാക്കാൻ ഇൻറ്റു 100. ഇതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ലോജിക്ക്. ഈ ലോജിക്ക് ഓർക്കാം, ഓർക്കാതിരിക്കാം. നമ്മൾ വളരെ പെട്ടെന്ന് എഴുതുന്നു. റീനയുടെ ശമ്പളം 100, അത് 30% കുറയുമ്പോൾ 70. തിരിച്ചെത്ര കൂടണം അല്ലെ തിരിച്ചെത്ര കുറയണം എന്നേ ചോദിക്കൂ. ഇവിടെ കുറഞ്ഞത് കൊണ്ട് തിരിച്ചെത്ര കൂടിയാൽ പഴയതാവും? ഒന്നുമില്ല, ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കാം 30. എപ്പോഴും 100 അല്ലാത്ത സംഖ്യ എടുത്ത് അടിയിൽ കൊടുക്കുക 70 ഇൻറ്റു 100. ഇത് പോയി 3 ഗുണം 100 300 ആണ്. 300നെ നിങ്ങൾ 7 കൊണ്ട് ഹരിച്ചു നോക്ക്. 42 6/7% ആണ് നമ്മുടെ ഉത്തരമായി വരിക. ഇതേപോലെ ഞാൻ ഒരു സാധനം കൂടെ പറയട്ടെ. ഉണ്ണിയുടെ ശമ്പളം 10% കൂടി. ഉണ്ണിയുടെ ശമ്പളം എത്ര ശതമാനം കുറച്ചാൽ പഴയതാവും? കൂടിയാൽ എത്ര കുറയണമെന്ന് ചോദിക്കും, കുറഞ്ഞാൽ എത്ര കൂടണം എന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ണിയുടെ ശമ്പളം 10% കൂടി. ഉണ്ണിയുടെ ശമ്പളം എത്ര ശതമാനം കുറച്ചാൽ പഴയതാവും? നമ്മൾ എഴുതും ഉണ്ണിയുടെ ശമ്പളം 100. ഉണ്ണിയുടെ ശമ്പളം 10% കൂടുമ്പോൾ നമ്മൾ എഴുതും 110. ഉണ്ണിയുടെ ശമ്പളം എത്ര ശതമാനം കുറച്ചാൽ പഴയ 100ലേക്ക് വരും? നമ്മൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക 10 ബൈ 100 അല്ലാത്ത സംഖ്യ എടുത്ത് അടിയിൽ കൊടുക്കുക 110. ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക 10. 100 അല്ലാത്ത സംഖ്യ എപ്പോഴും അടിയിൽ 110. ശതമാനമാക്കാൻ ഇൻറ്റു 100. ഈ 0 പോയി. 100ഉം അടിയിൽ ഒരു 11. 100/11 ആണ് മക്കളെ. 100നെ 11 കൊണ്ട് ഭാഗിക്കുമ്പോൾ 11 9 99, ശിഷ്ടം 1. അപ്പം മെയിൻ ആൻസർ മക്കളെ 9. ശിഷ്ടമായ 1 മുകളില്, ഹരിച്ച സാധനമായ 11 താഴെ. സോ നമ്മുടെ ഉത്തരം 9 1/11% ആണ്. ഉത്തരം സെറ്റാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഒരാളുടെ ശമ്പളം ഇത്ര ശതമാനം കൂടി, തിരിച്ചെത്ര കുറഞ്ഞാൽ പഴയതാവും? അല്ലെ ഒരു സാധനത്തിൻ്റെ വില ഇത്ര ശതമാനം കുറഞ്ഞു, തിരിച്ചെത്ര കൂട്ടിയാൽ പഴയതാവും? ഇനി അല്ലെങ്കിൽ ഉള്ളിയുടെ വില 30% കൂടി, ഉള്ളിയുടെ ഉപയോഗം എത്ര ശതമാനം കുറച്ചാൽ ചെലവ് പഴയ തന്നെ നിലനിർത്താൻ പറ്റും? അല്ലെ പഞ്ചസാരയുടെ വില 10% കൂടി, പഞ്ചസാരയുടെ വില എത്ര ശതമാനം കുറഞ്ഞാൽ, പഞ്ചസാരയുടെ ഉപയോഗം എത്ര ശതമാനം കുറഞ്ഞാൽ ചെലവ് പഴയതാവും? അല്ലെ ഹരിയുടെ ശമ്പളം 40% കുറഞ്ഞു, ഹരിയുടെ ശമ്പളം എത്ര ശതമാനം കൂട്ടിയാൽ ചെലവ് ഹരിയുടെ ശമ്പളം എത്ര ശതമാനം കൂട്ടിയാൽ പഴയ ശമ്പളമാവും?
കുറഞ്ഞാൽ എത്ര കൂടണമെന്ന് ചോദിക്കും, കൂടിയാൽ എത്ര കുറയണമെന്ന് ചോദിക്കും. എന്ത് വന്നാലും ശരി 100 എടുക്കുക, 20 കുറഞ്ഞാൽ 80, 20 കൂട്ടിയാൽ 120. ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. എത്ര കൂടണമെന്നായാലും എത്ര കുറയണമെന്നായാലും 100 അല്ലാത്ത സംഖ്യ എടുത്ത് അടിയിൽ കൊടുക്കുക, ഇൻറ്റു 100. വ്യത്യാസം 100 അല്ലാത്ത സംഖ്യ ഇൻറ്റു 100. സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. 2022 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 2 ആണ്. ചോദ്യം ഇതാണ്: രാജൂസ് ഇൻകം ഈസ് 20% ലെസ് ദാൻ ദാറ്റ് ഓഫ് റഹീം. ഹൗ മച്ച് പെർസെൻറ്റേജ് ഈസ് റഹീംസ് ഇൻകം മോർ ദാൻ ദാറ്റ് ഓഫ് രാജൂസ് ഇൻകം? മലയാളത്തിൽ പറഞ്ഞാൽ രാജുവിന്റെ ശമ്പളം റഹീമിന്റെ ശമ്പളത്തെക്കാൾ 20% കുറവാണ് എങ്കിൽ റഹീമിന്റെ ശമ്പളം രാജുവിന്റെ ശമ്പളത്തെക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ഒന്നുകൂടെ, രാജുവിന്റെ ശമ്പളം റഹീമിന്റെ ശമ്പളത്തെക്കാൾ 20% കുറവാണ് എങ്കിൽ റഹീമിന്റെ ശമ്പളം രാജുവിന്റെ ശമ്പളത്തെക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം: ഇത് രാജു, ഇത് റഹീം. രാജുവിന്റെ ശമ്പളം റഹീമിന്റെ ശമ്പളത്തെക്കാൾ 20% കുറവാണ്. റഹീമിന്റെ ശമ്പളം 100, രാജുവിന്റെ ശമ്പളം 80. അങ്ങനെയൊക്കെ വേണേ നമുക്ക് എഴുതാം. നമുക്കൊന്നും ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഈ മോഡൽ ചോദ്യം കണ്ടോ? എയുടെ ശമ്പളം ബിയേക്കാൾ ഇത്ര കൂടുതൽ, തിരിച്ചെത്ര കുറവ്. ഇത്ര കൂടണം, തിരിച്ചെത്ര കൂട്ടിയാൽ പഴയതാവും. ഇത്ര കുറയണം, തിരിച്ചെത്ര കൂട്ടിയാൽ പഴയതാവും. ഇനി ഇത്ര കൂടണം, തിരിച്ചെത്ര കുറഞ്ഞാൽ പഴയതാവും. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ ഇത്ര കൂടുതൽ, ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തെക്കാൾ എത്ര കുറവ്. എക്സിന്റെ ശമ്പളം വൈയുടെ ശമ്പളത്തെക്കാൾ ഇത്ര കുറവ് എങ്കിൽ വൈയുടെ ശമ്പളം എക്സിന്റെ ശമ്പളത്തെക്കാൾ എത്ര കൂടുതൽ. അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് എത്ര ചോദിക്കും. ഒന്നുമില്ല, ഒരാളുടെ ശമ്പളം, അത് രാജുവോ റഹീമോ രാജുവിന്റെ അച്ഛനോ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരാളുടെ ശമ്പളം 100. അപ്പൊ മറ്റേയാളുടെ ശമ്പളം 20% കുറവായതുകൊണ്ട് നമുക്ക് പറയാം 80. രാജുവിന്റെ ശമ്പളം 100, മറ്റേയാളുടെ ശമ്പളം 20% കുറവായതുകൊണ്ട് നമ്മൾ എടുത്തു 80. ഓക്കെ ആണോ? ഇനി തിരിച്ചെത്ര കൂടുതൽ കുറവാണെന്ന് പറയുന്നത്, തിരിച്ചെത്ര കൂടുതലാണ്? ഒന്നുമില്ല, ഇവര് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക 20. 100 അല്ലാത്ത സംഖ്യ എടുത്ത് അടിയിൽ കൊടുക്കുക 80 ഇൻറ്റു 100. ഒന്നുകൂടെ, രാജുവോ റഹീമോ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരാളുടെ ശമ്പളം 100, മറ്റേയാളുടെ ശമ്പളം 20% കുറവായതുകൊണ്ട് 80. കുറഞ്ഞാൽ തിരിച്ചെത്ര കൂടുതലാന്ന് ചോദിക്കും, കൂടുതലാന്ന് തിരിച്ചെത്ര കുറവാന്ന് ചോദിക്കും. ഒന്നുമില്ല, ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക 20 100 അല്ലാത്ത സംഖ്യ എടുത്ത് അടിയിൽ കൊടുക്കുക 80 ഇൻറ്റു 100. ഇത് പോയി, ഇത് പോയി. ഇനി മക്കളെ 2ഉം 8ഉം നമുക്ക് 2 കൊണ്ട് വെട്ടാം. 1 2 2, ഇത് 4. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 100നെ 4 കൊണ്ട് ഹരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, 4 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പകുതി എടുക്കാമെന്ന. സിമ്പിളായിട്ട് 100ന്റെ പകുതി 50, 50ന്റെ പകുതി 25. സോ നമ്മുടെ ഉത്തരം 25% സെറ്റാണ്. മുമ്പോട്ട് വാ. ഒന്നുകൂടെ, രാജുവിന്റെ ശമ്പളം റഹീമിന്റെ ശമ്പളത്തെക്കാൾ 20% കുറവാണ്. രാജുവിന്റെ ശമ്പളം 100, റഹീമിന്റെ ശമ്പളം 20% കുറവായതുകൊണ്ട് 80. തിരിച്ച് റഹീമിന്റെ ശമ്പളം എത്ര കൂടുതലാണ് എന്നാണ് ചോദ്യം. ഒന്നുമില്ല, ഇവർ തമ്മിലുള്ള വ്യത്യാസം 20. 100 അല്ലാത്ത സംഖ്യ എടുത്ത് അടിയിൽ 80 ഇൻറ്റു 100. ഇത് പോയി, ഇത് പോയി. 1 2 2, ഇത് 4. 100നെ 4 കൊണ്ട് ഹരിച്ച് നമ്മുടെ ഉത്തരം 25%. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇതിന്റെ ലോജിക്കും കൂടെ ഞാനൊന്ന് പറയാം. ഇവിടെ റഹീമിന്റെ ശമ്പളം 100 ആണ്, രാജുവിന്റെ ശമ്പളം 80 ആണ്. ഇനി രാജുവിൽ നിന്നാണ് നോക്കുന്നത്, റഹീം എത്ര കൂടുതലാ? 80ൽ നിന്ന് നോക്കുമ്പോൾ 100 എന്ന് പറയുന്നത് 20 കൂടുതലാ. എവിടെ നിന്നാ നോക്കുന്നത്? 80ന്ന്. അതുകൊണ്ടാണ് ഇൻറ്റു 100 കൊടുക്കുന്നത്. ഒന്നുമില്ല, ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, 100 അല്ലാത്ത സംഖ്യ എടുത്ത് അടിയിൽ കൊടുക്കുക, ഇൻറ്റു 100. ഒരു ചോദ്യം കൂടെ ഞാൻ പറയാം. എക്സിന്റെ ശമ്പളം വൈയേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ ചോദ്യം എന്തുമായിരിക്കും നിങ്ങൾക്കറിയാം. എങ്കിൽ വൈയുടെ ശമ്പളം എക്സിന്റെ ശമ്പളത്തെക്കാൾ എത്ര ശതമാനം കുറവാണ്? അങ്ങോട്ട് കൂടുതലാണ്, ഇങ്ങോട്ട് എത്ര കുറവാണ്? ഒന്നുകൂടെ ചോദ്യം. എക്സിന്റെ ശമ്പളം വൈയുടെ ശമ്പളത്തെക്കാൾ 25% കൂടുതലാണ് എങ്കിൽ വൈയുടെ ശമ്പളം എക്സിന്റെ ശമ്പളത്തെക്കാൾ എത്ര ശതമാനം കുറവാണ്? ഒരാളുടെ ശമ്പളം നമ്മൾ കൊടുത്തു 100. അപ്പം മറ്റേയാളുടെ ശമ്പളം 25% കൂടുതലായതുകൊണ്ട് നമ്മൾ കൊടുത്തു 125. ഇനി തിരിച്ചെത്ര കുറവാന്നാ ചോദിക്കുന്നത്. ഒന്നുമില്ല, ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഇവർ തമ്മിലുള്ള വ്യത്യാസം 25 100 അല്ലാത്ത സംഖ്യ എടുത്ത് അടിയിൽ കൊടുക്കുക. 100 അല്ലാത്ത സംഖ്യ 125. ഇതിനെ ശതമാനമാക്കാൻ ഇൻറ്റു 100. ഇവർ തമ്മിലുള്ള വ്യത്യാസം 25,
അടിയിൽ എപ്പോഴും 100 അല്ലാത്ത സംഖ്യ 125 ശതമാനമാക്കാൻ ഇൻറ്റു 100. ഒരു 25 25 25 5 125. താഴെയും മേളിലും 25 കൊണ്ട് ഹരിച്ചു. 25-ൽ 25 ഒരു പ്രാവശ്യം, 125-ൽ 25 5 പ്രാവശ്യം. 100-നെ 5 കൊണ്ട് ഹരിച്ചു നോക്കൂ. നമ്മുടെ ഉത്തരം പക്കാ ക്ലിയർ ആണ്. 20% സെറ്റാണ്. മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ദ പ്രൈസ് ഓഫ് എ വെഹിക്കിൾ ഈസ് 2 lakh. If its price decreases by 20% in the first year and increases by 20% in the next year, what is the price in the second year? In the end of second year എന്ന് വ്യക്തമായിട്ട് പറയണം. ഞാൻ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വാഹനത്തിന്റെ വില 2 ലക്ഷം. അത് ആദ്യ വർഷം 20% കുറഞ്ഞു. രണ്ടാം വർഷം 20% കൂടി എങ്കിൽ രണ്ടാം വർഷത്തിന്റെ അവസാനം എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ എന്ന ക്വസ്റ്റ്യനിൽ പറയണം, വ്യക്തമാക്കണം. ഞാൻ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. എങ്കിൽ രണ്ടാം വർഷത്തിന്റെ അവസാനം ആ വാഹനത്തിന്റെ വില എത്ര എന്നതാണ് ചോദ്യം. ഒന്നുകൂടെ പറയുന്നു. ഒരു വാഹനത്തിന്റെ വില 2 ലക്ഷം. അത് ആദ്യ കൊല്ലം 20% കുറഞ്ഞു. അടുത്ത കൊല്ലം അത് 20% കൂടി എങ്കിൽ രണ്ടാം വർഷത്തിന്റെ അവസാനം ആ വാഹനത്തിന്റെ വില എത്ര എന്നതാണ് ചോദ്യം. വളരെ സിമ്പിളാണ്, നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഒരു വാഹനത്തിന്റെ വില നമ്മൾ എഴുതി 2 ലക്ഷം, 2 എഴുതി 5 ഇത് മക്കളെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ചില ആളുകൾ ചെയ്യുന്ന ഒരേ ശതമാനം കൂടി ഒരേ ശതമാനം കുറഞ്ഞു എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് A²/100 ആണ്. 20ന്റെ സ്ക്വയർ 400/100, 4% കുറഞ്ഞു എന്നുള്ള രീതിയിൽ എടുക്കാം. പിന്നെ എല്ലാ ചോദ്യത്തിനും ആ മെത്തേഡ് നടക്കാത്തത് കൊണ്ട് ഞാൻ പ്രോപ്പർലി പറയുന്നതേ ഉള്ളൂ. ഒരു വാഹനത്തിന്റെ വില 2 ലക്ഷം. അത് ആദ്യ കൊല്ലം 20% കുറഞ്ഞു. 20% കുറയുമ്പോൾ നമ്മൾ കൊടുത്തു 80/100. 2 ലക്ഷം ഇൻറ്റു 80/100. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാലോചിക്കും, 10% കുറഞ്ഞാലോ 90/100, 30% കുറഞ്ഞാലോ 70/100, അങ്ങനെയാണെങ്കിൽ 10% കൂടിയാലോ 110/100, 20% കൂടിയാലോ 120/100, 50% കൂടിയാലോ 150/100, 5% കൂടിയാലോ 105/100, 5% കുറഞ്ഞാലോ 95/100. ഇതാണ് ആദ്യ കൊല്ല അവസാനം വാഹനത്തിൻ്റെ വില. ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ചെയ്തിട്ട് അടുത്തതിലോട്ട് പോകാം. ഞാൻ ചെയ്യുന്നില്ല. അടുത്ത വർഷമാകുമ്പോൾ 20% കൂടും. അപ്പോൾ 20% കൂടുമ്പോൾ നമ്മൾ ഇതേ ഇൻറ്റു 120/100 ഈ കിട്ടുന്നതാണ് രണ്ടാം കൊല്ലം അവസാനത്തെ തുക. ഓക്കെ ആണോ? അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, 20% കൂടുമ്പോൾ 80-ന്നല്ലേ 20 കൂടുന്നേ, 80-ന്ന് 20, കാര്യം ഇത് 80/100 അല്ലേ, 80-ന്ന് 20 കൂടി 100/. അങ്ങനെയല്ല. പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും 100ന്റെ റിലേറ്റ് ചെയ്തെടുത്തോണം. ഇതിൻ്റെ ലോജിക്ക് ഞാൻ ഒന്നുകൂടെ പറയുന്നു. വാഹനത്തിൻ്റെ വില 2 ലക്ഷം. അത് 20% കുറഞ്ഞപ്പോൾ ഇൻറ്റു 80/100. ഇതാണ് ഒരു കൊല്ലം കഴിയുമ്പോഴുള്ള വാഹനത്തിൻ്റെ വില. ഇത് വേണേ കണ്ടുപിടിച്ച് അതിനെ നമ്മൾ 120/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാതെ വെട്ടാനുള്ള എളുപ്പത്തിന് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതാണ് ഒരു കൊല്ലം കഴിയുമ്പോഴുള്ള വാഹനത്തിന്റെ വില. അടുത്ത കൊല്ലം വീണ്ടും 20% കൂടും. അപ്പൊ ഈ ഒരു കൊല്ലം കഴിയുമ്പോഴുള്ള വാഹനത്തിന്റെ വില ഇൻറ്റു 120/100. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഒരു വാഹനത്തിന്റെ വില നമ്മൾ എഴുതി 2 ലക്ഷം. അത് ആദ്യ കൊല്ലം 20% കുറഞ്ഞു. അപ്പൊ നമ്മൾ കൊടുത്തു 80/100. അടുത്ത കൊല്ലം 20% കൂടി. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ കൊടുത്തു 120/100. ഇത്രയും ചെയ്താൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ഉള്ളത് കിട്ടും. ഇത്രയും ചെയ്താൽ രണ്ടാം കൊല്ലം അവസാനം 2 കൊല്ലം കഴിയുമ്പോൾ ഉള്ളത് കിട്ടും. ഇനി മൂന്നാം കൊല്ലം 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതിന്റെ കൂടെ 90/100 കൊടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് ഇത്രയും മതി. അപ്പോൾ 2 ലക്ഷം, 20% കുറഞ്ഞു 80/100, 20% കൂടി 120/100. ഇത് നമുക്ക് ചെയ്യാം. ഈ പൂജ്യോടെ പോയി, ഈ പൂജ്യോടെ പോയി, മേളിൽ നിന്നും താഴെ നിന്നും നമ്മൾ 4 പൂജ്യങ്ങൾ കട്ട് ചെയ്തു. ഒരാവേശപ്പുറത്ത് മൊത്തത്തിൽ നിരത്തരുത്, വെട്ടി. ഓക്കെ. ഇനി 2 × 8 എന്ന് പറയുന്നത് 16 ആണ്.
16 ഗുണം 12 എന്ന് പറയുന്നത് 16 10 160, 2 32 192 പിന്നെ 1 2 3 പൂജ്യോടെ ചേർത്ത് നമ്മുടെ ഉത്തരം 1,92,000 ഉത്തരമായി വരിക. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്, മുമ്പോട്ട് പോവാം. 2021 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 2-ൽ വന്ന വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. ചോദ്യം നമുക്ക് നോക്കാം. നിവിൻ 500 രൂപ കൊടുത്ത് ഒരു വാച്ച് വാങ്ങി. ശേഷം 10% ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു. ഷിനോയ് അത് 20% നഷ്ടത്തിൽ ജനുവിനും, ജനു 10% നഷ്ടത്തിൽ ജീവനും മറിച്ചു വിറ്റു. കൊള്ളാമോ? എങ്കിൽ ജീവൻ വാച്ചിന് കൊടുത്ത വില എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. നിവിൻ എന്ന് പറയുന്ന ആള് 500 രൂപ കൊടുത്തൊരു വാച്ച് വാങ്ങി. എന്നിട്ട് 10% നഷ്ടത്തിൽ 10% ലാഭത്തിൽ എന്ന് പറഞ്ഞാൽ 10% കൂട്ടി, ലാഭത്തിൽ കിട്ടണമെങ്കിൽ 10% കൂട്ടണമല്ലോ, ഷിനോയ്ക്ക് വിറ്റു. ഷിനോയ് അത് 20% നഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ 20% കുറച്ച് ആർക്ക് വിറ്റു? ജനുവിന് വിറ്റു. ജനു അത് 10% വീണ്ടും നഷ്ടത്തിൽ ജീവന് വിറ്റു. ജീവന് വാച്ചിന് കൊടുത്ത വില എത്ര? കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നും. ഒന്നുമില്ല മക്കളെ. നിവിൻ വാങ്ങിയ വാച്ചിന്റെ വില കുഞ്ഞുങ്ങളെ 500 ആണ്. നിവിൻ വാങ്ങിയ വാച്ചിന്റെ വില 500. നിവിൻ അത് 10% ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു. 10% ലാഭത്തിൽ വിൽക്കണമെങ്കിൽ 10% ഇവന് കിട്ടിയതിനേക്കാളും കൂട്ടി വിൽക്കണം. വേണ്ട, എന്നാലല്ലേ ലാഭം കിട്ടൂ. അപ്പൊ നിവിൻ അത് ഷിനോയ്ക്ക് വിറ്റത് എത്രയാന്ന് ചോദിച്ചാൽ ഇൻറ്റു 110/100, എന്നാലേ 10% ലാഭം കിട്ടും. കാര്യം 10% ലാഭത്തിൽ വിൽക്കണമെങ്കിൽ 10% കൂട്ടി വിൽക്കണം. ഇതാണ് ഷിനോയ്ക്ക് കിട്ടിയ വില. ഇനി ഷിനോയ് അത് 20% നഷ്ടത്തിൽ ജനുവിന് വിറ്റു. 20% നഷ്ടത്തിൽ ജനുവിന് വിൽക്കണമെങ്കിൽ ഇതിനേക്കാളും 20% കുറച്ച് വിൽക്കണം. 20% കുറച്ച് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 80/100. അപ്പൊ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും 110 എന്നല്ലേ കുറയ്ക്കേണ്ടി. അല്ല, ഇതാണ് ഷിനോയ്ക്ക് കിട്ടിയ വില. ഈ വില വേണമെങ്കിൽ നമുക്ക് ഇത്രയും കണ്ടുപിടിക്കാം. ഞാൻ വെട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി കണ്ടുപിടിക്കാതെ അതിനെ എന്ത് ചെയ്തു? 20% കുറച്ചത് കൊണ്ട് 80/100 എന്ന് ചെയ്തു. ഓക്കെ ആണ്. ഇനി ഇതാണ് ഷിനോയ് ജനുവിന് വിറ്റ വില. ജനുവിൻ്റെ കിട്ടിയ വില ഇതാണ്. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ഞാൻ ചെയ്യുന്നില്ല. ജനു ഇത് 10% നഷ്ടത്തിൽ ആർക്ക് വിറ്റു? ജീവന് വിറ്റു. അപ്പൊ 10% നഷ്ടത്തിൽ ആ ജീവന് വിൽക്കുന്നത്. അപ്പൊ 10% കുറച്ചു. 10% കുറച്ചു എന്ന് പറയുമ്പോൾ 90. ലാഭം എന്ന് പറയുമ്പോൾ കൂട്ടി, നഷ്ടം എന്ന് പറയുമ്പോൾ കുറച്ചു. 90/100. ഇതാണ് ജീവന് കിട്ടിയ വാച്ചിന്റെ വില. ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണോ? ഒന്നും കൂടെ ഞാനിത് പറയാം, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. നിവിൻ വാങ്ങിയ വാച്ചിന്റെ വില കുഞ്ഞുങ്ങളെ 500. നിവിൻ അത് 10% ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 10% ലാഭമായതുകൊണ്ട് 10% കൂട്ടി വിറ്റു. 10% കൂട്ടി വിൽക്കുമ്പോൾ ഇൻറ്റു 110/100. ഇതാണ് ഷിനോയ് വാങ്ങിയ വാച്ചിന്റെ വില. ഷിനോയ് അത് 20% നഷ്ടത്തിൽ ജനുവിന് വിറ്റു. അപ്പൊ ജനുവിന് 20% നഷ്ടത്തിലാവിറ്റെ എന്ന് പറഞ്ഞാൽ 20% കുറച്ച് വിറ്റു. 20% കുറയുമ്പോൾ നമ്മൾ കൊടുത്തു 80/100. ഓക്കെ, 20% കുറയുമ്പോൾ എപ്പോഴും 80/100. ഇതാണ് ജനുവിന് വിറ്റ വില. ജനു ഈ വാച്ച് കിട്ടിയത് ഇത്രയത്തിനാണ്. നമുക്ക് വേണേൽ ചെയ്ത് നോക്കാം, നമുക്ക് അതിനുള്ള സമയമില്ല. ജനു ഈ വാച്ച് 10% നഷ്ടത്തിൽ ജീവന് വിറ്റു. പേരുകളെല്ലാം കൂടെ എന്തോ പോലെ ഇരിക്കുന്നു. 10% നഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ 10% കുറച്ച് വിറ്റു. അപ്പൊ ഈ കിട്ടിയ വിലയിൽ നിന്ന് 10% കുറയ്ക്കാന്ന് പറയുമ്പോൾ 10% കുറയ്ക്കാന്ന് പറയുമ്പോൾ പോരട്ടെ 90/100. ഇതാണ് ജീവന് വിറ്റ വാച്ചിന്റെ വില. ജീവൻ ഈ വിലക്കാണ് വാച്ച് വാങ്ങിയത്. ഓക്കെ ആണോ? നമുക്കിനി ഇത് ചെയ്ത് നോക്കാം. ഇവിടുന്ന് 2 0 കട്ട്, താഴെ നിന്ന് 2 0 കട്ട്. ഇവിടുന്ന് ഒരു 0, 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 ഇവിടുന്ന് ഒരു 0. എങ്ങനെയുണ്ട്? അതായത് മേളിൽ നിന്ന് 5 0 കട്ട് ചെയ്തു, താഴെ നിന്ന് നമ്മൾ 5 0 കട്ട് ചെയ്തു, അപ്പോഴും ഒരു 0 ബാക്കിയുണ്ട്. അതാ ഞാൻ പറയുന്നത് എല്ലാം കൂടെ വെട്ടി നിരത്തരുതെന്ന്. ഓക്കെ, ഇനി നമുക്ക് വെട്ടാം. നമുക്ക് 5ഉം 10ഉം
കുഞ്ഞുങ്ങളെ 5 കൊണ്ട് വെട്ടാം അല്ലേ? ആലോചിച്ച് നോക്ക്. 5 5 ഈ 5 10, 5 കൊണ്ട് ഹരിക്കുമ്പോൾ 5 5 ഈ 5 10. ഇനി 2 8 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് 2നെ ഹരിച്ചാൽ 1, 2 കൊണ്ട് 8നെ ഹരിച്ചാൽ 4. ഓക്കെ ആണ്. അപ്പൊ 11 ഗുണം 4 ഗുണം 9 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. 9 ഗുണം 4 36, 36 ഗുണം 11, 36 ഗുണം 10 എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഒരു 11 പറയും, ഒരു 36 ചേർത്ത് 396 വരും. 396 ഉണ്ട് ഓപ്ഷൻ രാത്തിൽ. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. സെറ്റാണ്. നമ്മുടെ ഉത്തരം 396. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. നല്ലൊരു ചോദ്യമാണ്. ഇതൊക്കെയാണ് എന്ന് കരുതുന്നു. ഈ ചോദ്യം നമുക്ക് പുറകെ ചെയ്യാം. ഇതാദ്യം ചെയ്യാം. 2024 SA മെയിൻസിന്റെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞ മെയിൻസിൽ വന്നാണ്. ദ പ്രൈസ് ഓഫ് കമോഡിറ്റി ഇൻക്രീസ്ഡ് ബൈ 25% ഇൻ ദ ഇയർ 2000. 2000 ഒരു വസ്തുവിന്റെ വില 25% കൂടി. 2000 എന്ന വർഷത്തിൽ ഒരു വസ്തുവിന്റെ വില 25% കൂടി. ഇൻക്രീസ്ഡ് ബൈ 40% ഇൻ ദ ഇയർ 2001. 2001 40% കൂടി. ആൻഡ് ഡിക്രീസ്ഡ് ബൈ 30% ഇൻ ദ ഇയർ 2002. 2002 എന്ത് ചെയ്തു? 30% കുറഞ്ഞു. കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ട്, എനിക്കറിയാം, പക്ഷെ സിമ്പിളാണ്. 2000 ഒരു വസ്തുവിന്റെ വില 25% കൂടി. 2001 40% കൂടി. 2002 30% കുറഞ്ഞു. If the price of the commodity at the beginning of 2003 was 980, 2003 തുടക്കത്തിൽ അല്ലെ 2002 അവസാനത്തിൽ ഈ വസ്തുവിന്റെ വില 980 ആണ്. ഈ വസ്തുവിന്റെ വില 980 ആണ്. What was the price of it at the beginning of 2000? എങ്കിൽ 2000ന്റെ തുടക്കത്തിൽ എത്രയാണ്? കൊള്ളാമോ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു. 2000 എന്ന വർഷത്തിൽ ഒരു വസ്തുവിന്റെ വില 25% കൂടി. 2001 അത് 40% കൂടി. 2002 അത് 30% കുറഞ്ഞു. 2002 അവസാനം അല്ലെങ്കിൽ 2003ന്റെ തുടക്കത്തിൽ ആ വസ്തുവിന്റെ വില 980. എങ്കിൽ 2000 തുടക്കത്തിൽ ആ വസ്തുവിന്റെ വില എത്ര? ഒന്നുകൂടെ പറയുന്നു. 2000 ഒരു വസ്തുവിന്റെ വില 25% കൂടി. 2001 ഒരു വസ്തുവിന്റെ വില 40% കൂടി. 2002 ഒരു വസ്തുവിന്റെ വില 30% കുറഞ്ഞു. 2002 അവസാനമായപ്പോൾ 30% കുറഞ്ഞു. ഇപ്പൊ 2002 അവസാനത്തിൽ അല്ലെങ്കിൽ 2003ന്റെ തുടക്കത്തിൽ, രണ്ടും ഒന്ന് തന്നെ. 2002 അവസാനം, 2003 തുടക്കം. ഈ വസ്തുവിന്റെ വില 980 ആണെങ്കിൽ ആദ്യം 2000ന്റെ തുടക്കത്തിൽ ആദ്യം എത്ര എന്നതാണ്. അപ്പൊ സാധാരണ ചെയ്യുന്ന ചോദ്യം ഇവിടുത്തെ വില തരും, അങ്ങോട്ട് കണ്ടുപിടിക്കുക. സാധാരണ നമുക്ക് ഇപ്പോഴത്തെ വില കാണും, എന്നിട്ട് അവിടുത്തെ കണ്ടുപിടിക്കുക. ഇത് അവിടുത്തെ വില തന്നു, 2003 തന്നു, 2000 കാണണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാധാരണ എല്ലാം ഫ്രണ്ടിലോട്ടാണ്, ഇത് ബാക്കിലോട്ടാണ്. സാധാരണ രീതിയിൽ നമ്മളോട് പറയാം 2000 ഇതാണ് വില, നമ്മളിങ്ങനെ കൂട്ടി കണ്ടുപിടിക്കും, മുമ്പത്തെ ജെന്യുവിൻ്റെ ഒക്കെ പോലെ. ഇത് 2003 വിലയുണ്ട്, നമുക്ക് 2000 വരണം സുഹൃത്തെ. ഓക്കെ, അപ്പോൾ ഇത് ബാക്കിലോട്ട് ആയതുകൊണ്ട് 2000 വില നമ്മൾ എഴുതി എക്സ്. 2000 തുടക്കത്തിൽ ഈ വസ്തുവിൻ്റെ വില എക്സ്. അത് ആദ്യ വർഷം 25% കൂടി. അതായത് 2000 ലാസ്റ്റിൽ 25% കൂടി. 25% കൂടുമ്പോൾ നമ്മൾ കൊടുത്തു 125/100. ഇനി 2001 ഇത് 40% കൂടി. 40% കൂടുമ്പോൾ നമ്മൾ കൊടുത്തു 140/100. എല്ലാം 100 ചേഞ്ചാണ്. ഇനി 2002 ഇത് 30% കുറഞ്ഞു. 30% കുറയുമ്പോൾ നമ്മൾ കൊടുത്തു 70/100. ഇതാണ് 2002ന്റെ അവസാനത്തിൽ ഈ വസ്തുവിൻ്റെ വില, അല്ലെ 2003ന്റെ തുടക്കത്തിൽ ഈ വസ്തുവിൻ്റെ വില. ഇത് നമ്മളോട് പറയുന്നുണ്ട് 980. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഞാൻ ഒന്നുകൂടെ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. 2000ന്റെ തുടക്കത്തിൽ ഒരു വസ്തുവിൻ്റെ വില കാണണം. 2000ന്റെ തുടക്കത്തിൽ ഒരു വസ്തുവിൻ്റെ വില എക്സ്. അത് 2000 വർഷം കഴിയുമ്പോൾ 25% കൂടി. 25% കൂടുമ്പോൾ നമ്മൾ കൊടുത്തു 125/100.
2001 40% കൂടി. 40% കൂടുമ്പോൾ നമ്മൾ കൊടുത്തു 140/100. 2002 30% കുറഞ്ഞു. 30% കുറയുമ്പോൾ നമ്മൾ കൊടുത്തു 70/100. ഇതാണ് 2002 അവസാനിക്കുമ്പോൾ അല്ലെ 2003 തുടക്കത്തിൽ വില. ആ വില നമുക്കറിയാം 980. ഇവിടെ വരെ ഓക്കെ ആണ്. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. മക്കളെ, എക്സിന്റെ വാല്യൂ കാണാൻ ഇവിടെ ഉള്ളവരെ എല്ലാം നമുക്ക് അപ്പുറത്തേക്ക് വിടാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ട് ചിലതൊക്കെ അങ്ങ് വെട്ടാം. 125 100 പിന്നെ 140 0 ഒക്കെ വെട്ടാം. പിന്നെ ഇവിടെ യുദ്ധം നടത്തി പിന്നെ അവിടെ കൊണ്ട് യുദ്ധം നടത്തുന്നതിനേക്കാളും നല്ലത് ഇവരെല്ലാം നമുക്ക് കൊല്ലാനുള്ളവന്മാരാ. അപ്പൊ നമ്മളെല്ലാവരും അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ആ സൈഡിൽ 980 ഉണ്ട്. ഇവിടെ നിന്നൊരു 125/100 അപ്പുറത്ത് പോകുമ്പോൾ 100/125 ആവും. കാര്യം ഒരു സമചിഹ്നത്തിനപ്പുറത്തേക്ക് പ്ലസ് പോയാൽ മൈനസ് ആവും, മൈനസ് പോയാൽ പ്ലസ് ആവും, ഇൻറ്റു പോയാൽ ഡിവിഷൻ ആവും. ഇനി ഒരു ഭിന്നസംഖ്യ പോയാൽ അപ്പുറത്തേക്ക് പോയാൽ താഴെയുള്ളത് മേളിലും മേളിലുള്ളത് താഴെയും വരും. 125/100 അപ്പുറത്ത് പോകുമ്പോൾ 100/125. 140/100 അപ്പുറത്ത് പോകുമ്പോൾ 100/140. 70/100 അപ്പുറത്ത് പോകുമ്പോൾ 100/70. ഇനി ഇവരെയൊക്കെ നമുക്കൊരു സൈഡിൽ നിന്ന് കൊന്നു തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 0 ഈ 0 പോയി, ഈ 0 പോയി. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം 125 10 അവിടെ നിൽക്കട്ടെ. 125 100 നമുക്ക് 25 കൊണ്ട് വെട്ടാം. 25 കൊണ്ട് 100നെ ഹരിച്ചാൽ 100ൽ 4 25. 125ൽ 5 25. ഇനി 10ഉം 5ഉം നമുക്ക് 5 കൊണ്ട് വെട്ടാം. 1 5 5 ഈ 5 10. ഇനി ഈ 98ഉം 14ഉം 14 കൊണ്ട് വെട്ടാമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഭൂരിഭാഗം ആളുകൾക്കും അറിയാം. ഇല്ലെങ്കിൽ നമുക്ക് 98നെയും 7നെയും കൂടെ വെട്ടാം. 7 കൊണ്ട് 7നെ ഹരിച്ചാൽ 1. 98നെ ഹരിച്ചാൽ എത്ര വരും? 98നെ 7 കൊണ്ട് ഹരിച്ചാൽ 14 വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 7 10 70, 11 ആകുമ്പോൾ 77, 12 ആകുമ്പോൾ 84, 13 ആകുമ്പോൾ 91, 14 ആകുമ്പോൾ 98. ഇനി ഈ 14ഉം ഈ 14 കൂടെ ക്യാൻസൽ. എല്ലാവരും ക്യാൻസലായി. 4 2 8. 8നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ഉത്തരം 800 ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, 2000ന്റെ തുടക്കത്തിൽ എക്സ് അത് 40% കൂടിയപ്പോൾ 140/100. അത് 25% ആദ്യം കൂടിയപ്പോൾ 125/100. ഇനി 2001 40% കൂടിയപ്പോൾ നമ്മൾ കൊടുത്തു 140/100. പിന്നെ 2002 30% കൂടിയപ്പോൾ 30% കുറഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തു 70/100. ഇതാണ് 2002ന്റെ അവസാനത്തിൽ ആ വസ്തുവിന്റെ വില. ഈ വസ്തുവിന്റെ വില അല്ലെ 2002 അവസാനം അല്ലെ 2003 തുടക്കത്തിൽ ആ വസ്തുവിന്റെ വില അത് നമ്മുടെ കയ്യിലുണ്ട് 980. അപ്പൊ എക്സ് കാണാൻ ഇവിടെ മക്കളെ 980 ഉണ്ട്. 125/100 അപ്പുറത്ത് പോകുമ്പോൾ 100/125. 140/100 അപ്പുറത്ത് പോകുമ്പോൾ 100/140. 70/100 അപ്പുറത്ത് പോകുമ്പോൾ 100/70. ഓക്കെ ആണോ? ഇനി ഈ 0 ഈ 0 ഈ 0 ഈ 0 പോയി. ഇനി 125ഉം 100ഉം 25 കൊണ്ട് വെട്ടിയാൽ താഴെ 5ഉം മേളിൽ 4 ആവും. ഇനി 7ഉം 14ഉം 7 7. 98നെ 7 കൊണ്ട് ഹരിച്ചാൽ മേളിൽ 14 വരും. ഈ 14ഉം 14ഉം ക്യാൻസൽ. ഇനി 10ഉം 5ഉം 5 കൊണ്ട് ഹരിച്ചാൽ 5 5 ഈ 5 10. അപ്പൊ ബാക്കി താഴെയെല്ലാം 1 ആയി. 2 × 4 8. 8 × 100. നമ്മുടെ ഉത്തരം 800 ആണ് എന്ന് നിസ്സംശയം പറയാം. ഓപ്ഷൻ ബി. ഒന്നുകൂടെ ചെയ്ത് നോക്കണം. അടുത്ത ചോദ്യം മുമ്പ് ഞാൻ കാണിച്ച പിന്നെ ചെയ്യാന്ന് പറഞ്ഞ ചോദ്യം 2023 ഡിഗ്രി മെയിൻസിന് വന്ന ചോദ്യമാണ്. നമുക്കൊന്ന് വായിക്കാം. എ മർച്ചന്റ് ഡിസൈഡഡ് ടു സെൽ ആൻ ഐറ്റം ബൈ ഇൻക്രീസ് ദ കോസ്റ്റ് പ്രൈസ് ബൈ 20% ആൻഡ് ദെൻ ഹി ഡിക്രീസസ് ദ പ്രൈസ് ബൈ 10%. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഹിസ് പ്രോഫിറ്റ് ഓർ ലോസ്? മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വ്യാപാരി എന്ത് ചെയ്തു? ഒരു വസ്തുവിൻ്റെ വില 20% കൂട്ടി, എന്നിട്ട് 10% കുറച്ചു. അങ്ങനെയാണ് അവൻ്റെ ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ശതമാനം കണ്ടെത്തുക. ഒന്നുകൂടെ പറയുന്നു, ഒരു വ്യാപാരി ഒരു വസ്തുവിൻ്റെ വില 20% കൂട്ടി,
എന്നിട്ട് എന്ത് ചെയ്തു? 10% കുറച്ചു. എന്നിട്ടാണ് അവൻ വിൽക്കുന്നത് എങ്കിൽ അവൻ്റെ ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ശതമാനം കണക്കാക്കുക. മക്കളെ, ഇത് പല രീതിയിൽ ചെയ്യാം. ചില ആളുകൾ A+B+AB/100 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിക്കും. ഞാൻ പിന്നെ ബോധപൂർവ്വം ആ ഇക്വേഷൻ ഉപയോഗിക്കാത്തതാണ്. കാര്യം ഈ 2% ചേഞ്ചിൻ്റെ അകത്തിൽ മാത്രമേ അത് നടക്കൂ. ഇപ്പം മുമ്പത്തെ പോലെ 3 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതി മാത്രമേ എഫക്റ്റീവ് ആവുള്ളൂ. അപ്പം ഇവിടെ ഒരു വ്യാപാരി ഒരു വസ്തുവിൻ്റെ വില, വാങ്ങിയ വില 20% കൂട്ടി, എന്നിട്ട് 10% കുറച്ച് വിറ്റു. ഇവിടെ നമ്മൾ അവൻ വാങ്ങിയത് എത്രനാണെന്നൊന്നും നമുക്കറിയത്തില്ല. അറിയാവോ? കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് അവൻ്റെ വാങ്ങിയ വില 100 എന്നിരിക്കട്ടെ. എത്ര? 100. മുമ്പത്തെ ചോദ്യത്തിൻ്റെ അകത്തെല്ലാം നമുക്ക് കറക്റ്റായിട്ടൊരു വിലയുണ്ട്. ഉണ്ടോ? മുമ്പേ മറ്റേ നിവിൻ വാങ്ങിയത് 500 നമുക്കറിയാം. പിന്നെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ അകത്തിൽ കാറിൻ്റെ വില 2 ലക്ഷമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ കൃത്യമായിട്ടൊരു വില നമ്മളോട് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ 100 കൊടുത്തു. അപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, സാർ 100 അല്ലാതെ എന്ത് വേണേ ഇടാവോ? എന്ത് വേണേ ഇടാം. പക്ഷെ പിന്നീട് അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടി വരും. എല്ലാ സാറുമാരും അല്ലെ എല്ലാവരും 100 ഇടുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് 100ൽ ഒരു വാല്യൂ കിട്ടിയാൽ അത് ഡയറക്റ്റ് ശതമാനമായിരിക്കും. കാര്യം 100ൽ എത്ര എന്നല്ലേ കിട്ടുക, 100ൽ എത്ര എന്നുള്ളതല്ലേ ശതമാനം. അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു വാല്യൂ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെ 100 എന്നിട്ടു. ഇനി ഈ വ്യാപാരി 20% വില കൂട്ടി. 20% വില കൂട്ടുമ്പോൾ 100 ഇൻറ്റു പറ നിങ്ങൾക്കറിയാം 120/100. ഇതാണ് 20% വില കൂട്ടിയത്. എന്നിട്ട് എന്ത് ചെയ്തു? 10% വില കുറച്ചു. നിങ്ങൾക്കറിയാം 10% കുറയുമ്പോൾ 90/100. 120 മുമ്പേ കുറച്ച് കളയല്ലേ. ഇതാണ് അവൻ വിൽക്കുന്ന വില. ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 0 0 0 0 പോയി. ആവേശപ്പുറത്ത് വെട്ടരുത്. മേളി 4 താഴെ 4 കുഴപ്പമില്ല. 12 × 9 ചെയ്യണം. 12 × 9 എന്ന് പറയുമ്പോൾ 9 × 10 90, 98, 99, 108 വരും. മക്കളെ, ഈ വ്യാപാരി 100 ആയിരുന്നു വാങ്ങിയ വില. ഇവൻ കൂട്ടിയിട്ട് വിൽക്കുന്നത് ഇപ്പം 108. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 100ന്റെ സാധനം 108 വിറ്റാൽ അവന് ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. 100ൽ 8 രൂപ ലാഭം കിട്ടും. 100ന്റെ സാധനം 108 വിറ്റാൽ അവന് ലാഭമാ സുഹൃത്തെ, 8% ലാഭം. 8% ലാഭം ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്. മുമ്പോട്ട് വാ. ഒന്നുകൂടെ, ഒരു വ്യാപാരി ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില 20% കൂട്ടി, എന്നിട്ടൊരു 10% കുറച്ചു. ഇങ്ങനെ ചെയ്താൽ അവന് ലാഭമാണോ നഷ്ടമാണോ? ഇവിടെ കൃത്യമായ ഒരു വില നമ്മളോട് ചോദ്യത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ വാങ്ങിയ വില നമ്മൾ കൊടുത്തു സുഹൃത്തെ 100. അവൻ വാങ്ങിയത് 100-നാണ്. നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നിനക്ക് ഇഷ്ടമുള്ള വില കൊടുക്കാം. പക്ഷെ ഞാൻ 100ൽ ഇടുന്നതിൻ്റെ കാര്യം ഡയറക്റ്റ് പെർസെൻറ്റേജിലായിക്കോളും. 100ൽ എത്രന്ന് കിട്ടിക്കോളും. ഇനി ഇവൻ ഇതിന് 20% വില കൂട്ടി. അപ്പൊ 100 ഇൻറ്റു 20 കൂടുമ്പോൾ 120/100. പിന്നെ 10% വില കുറഞ്ഞു. 10% കുറയുമ്പോൾ നമ്മൾ കൊടുത്തു 90/100. കട്ട് 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 എല്ലാം കട്ട്. 12 × 9 108. എടാ, ഈ വ്യാപാരി വാങ്ങിയത് 100-നായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പൊ വിൽക്കുന്ന 108-നാ. 100ന്റെ സാധനം 108-ന് വിറ്റാൽ അവന് ലാഭമാ സുഹൃത്തെ. ലാഭം 8%. സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഓപ്ഷൻ ബി. ഞാൻ വീണ്ടും പറയുന്നു, ഈ ചോദ്യം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. 100 എടുത്തു, 20 കൂടുമ്പോൾ 120 ആ 120-ൽ നിന്ന് വീണ്ടും ഒരു 10 കുറയ്ക്കുമ്പോൾ 12 കുറച്ച് 108. അങ്ങനെയൊക്കെ വേണേലും നോക്കാം. പിന്നെ A+B+AB/100 വെച്ച് വേണേലും നോക്കാം. പിന്നെ ഇതാവുമ്പോൾ ഈ മെത്തേഡ് എല്ലാ ക്വസ്റ്റ്യനിലും എല്ലാ ടൈപ്പിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് പൊതുവെ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെയാണ് സെറ്റ്. 2022 ഒരു ഡിഗ്രി മെയിൻസിന്റെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫോർ ₹240, അതായത് 240 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി, ആൻഡ് 1/3 ഓഫ് ദം സോൾഡ് അറ്റ് എ ലോസ് ഓഫ് 7%, അതിൽ 1/3 ഭാഗം 7% നഷ്ടത്തിൽ വിറ്റു, then what profit percentage should the rest be sold to obtain an overall profit percentage of 5%? അങ്ങനെയാണ് ബാക്കി ഓരോ ഭാഗങ്ങളും എത്ര ശതമാനം ലാഭത്തിൽ വിറ്റാൽ മുഴുവൻ ലാഭം 5% എങ്ങനെയുണ്ട്? ഒന്നുകൂടെ പറയുന്നു. 240 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി, എന്നിട്ട് അതിൻ്റെ 1/3 ഭാഗം
1/3 അതിൻ്റെ 1/3 7% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ ബാക്കി ഭാഗം എത്ര ശതമാനം ലാഭത്തിൽ വിറ്റാൽ ഓവറോൾ 5% ലാഭം കിട്ടും എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 240 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി, അതിൻ്റെ 1/3 7% നഷ്ടത്തിൽ വിറ്റു, ബാക്കി ഭാഗം എത്ര ശതമാനം ലാഭത്തിൽ വിറ്റാൽ ഓവറോൾ ലാഭം 5% കിട്ടും എന്നതാണ് ചോദ്യം. ഇത് മക്കളെ നമുക്ക് പല രീതി ചെയ്യാം. ചിലപ്പോൾ എക്സ് ഒക്കെ വെച്ചിട്ട് എക്സിൻ്റെ 1/3 എത്രയാന്ന് നോക്കി അതിൻ്റെ ലാഭം നോക്കി, ബാക്കി എത്രയാന്ന് നോക്കി അതിൻ്റെ ഓരോന്നും എത്രയാന്ന് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. PSC പരീക്ഷ കഴിയും ഇത് ചെയ്തു വരുമ്പോൾ. ഇനി അതല്ല എങ്കിൽ അലിഗേഷൻ മെത്തേഡ് വഴി വേണമെങ്കിലും ഈ സാധനം ചെയ്തെടുക്കാം. ഇനി നമ്മൾ സിമ്പിൾ ലോജിക്ക് പ്രകാരം ഇതെങ്ങനെ ചെയ്യാം എന്ന് ഞാനൊന്ന് പറയാം. മക്കളെ 240 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി, അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ 1/3 7% നഷ്ടത്തിൽ വിറ്റു എന്നാണ് പറയുന്നത്. 1/3 എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളെ മുഴുവൻ 3 തുല്യ ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ഭാഗം 7% നഷ്ടം സംഭവിച്ചു. 7% നഷ്ടം സംഭവിച്ചു. അതിലൊരു ഭാഗം 7% നഷ്ടം സംഭവിച്ചു. ബാക്കി ഭാഗത്ത്, അതായത് ഒരു ഭാഗം 1/3 7% നഷ്ടം സംഭവിച്ചു. ബാക്കി ഭാഗം എത്ര ശതമാനം ലാഭത്തിൽ വിറ്റാൽ മുഴുവൻ ലാഭം 5% കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ മുഴുവൻ 5% ലാഭം വേണം. അതായത് ഈ സാധനം മുഴുവൻ കച്ചവടം ചെയ്യുമ്പോൾ നമുക്കൊരു 5% ലാഭം വേണം. അതായത് 5% ലാഭം കിട്ടണമെങ്കിൽ ഈ 3ന്റെയും ആവറേജ് 5 ആയിരിക്കണം. ആലോചിച്ചു നോക്ക്. കാര്യം ഓവറോൾ 5 വേണ്ടത്. ഓവറോൾ 5 വേണമെങ്കിൽ ഓവറോൾ ആവറേജ് നോക്കുമ്പോൾ ഇവിടുന്നും 5 വേണം, ഇവിടുന്നും 5 വേണം, ഇവിടുന്നും 5 വേണം. എന്നാലേ ഈ പീസിന്റെ ആവറേജ് അല്ലെങ്കിൽ ഓവറോൾ 5 പറയാൻ പറ്റൂ. അപ്പോൾ ടോട്ടൽ മക്കളെ നമുക്ക് 15 വേണം. കാര്യം ഓവറോൾ 5% വേണമെങ്കിൽ ഈ 3 പീസിൽ നിന്നും കിട്ടുന്ന ആവറേജും 5 ആയിരിക്കണം. കാര്യം ഇവിടുന്ന് 5 കിട്ടണം, ഇവിടുന്ന് 5 കിട്ടണം, ഇവിടുന്ന് 5 കിട്ടണം. അപ്പം മൊത്തം 5 5 5 അല്ലെ 3 ടോട്ടൽ എന്ന് പറയുമ്പോൾ എണ്ണം ഗുണം ശരാശരി 3 പീസിൽ നിന്നും 5 കിട്ടി. മൊത്തം മക്കളെ ടോട്ടൽ നമുക്ക് 15 വേണം. 15 കിട്ടണം. ഓക്കെ. ഇനി ആദ്യത്തെ പീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഒന്നും കിട്ടിയില്ല. 7% നഷ്ടം ആദ്യത്തെ പീസിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യത്തെ പീസിൽ 7% നഷ്ടവാ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പീസ് വിറ്റപ്പോൾ നമുക്ക് മൊത്തം 15 വേണ്ടിയത്, എന്നാലേ ഓവറോൾ 5 കിട്ടൂ. ആദ്യത്തെ പീസ് വിറ്റപ്പോൾ നമുക്ക് 15 അങ്ങോട്ട് വെക്കാനായിട്ടൊന്നും കിട്ടിയില്ല. 7 നഷ്ടമായിപ്പോയി. ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇനി ബാക്കി 2 പീസിൽ നിന്ന് 15 നമ്മൾ ഉണ്ടാക്കുകയും വേണം, ഈ 7 നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുകയും വേണം. അപ്പം മൊത്തം ഈ 2 പീസിൽ നിന്നും 22 വേണം. ആലോചിച്ച് നോക്ക്. അപ്പൊ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും, അതെങ്ങനെയാണ് 22? ആലോചിച്ച് നോക്ക്. ഒന്നുമില്ല. എടാ മൊത്തം ഇവിടുന്ന് 5 ഓവറോൾ 5 വേണമെങ്കിൽ എല്ലായിടത്തുനിന്നും ഒരു ഓവറോൾ 5 വെച്ച് കിട്ടണം. ഇവിടുന്ന് 5 ഇവിടുന്ന് 5 ഇവിടുന്ന് 5. അപ്പൊ മൊത്തം 15 വേണം. വേണ്ടേ? ആലോചിച്ച് നോക്ക്. പക്ഷെ ആദ്യത്തെ പീസിൽ നിന്ന് 15 നമുക്കൊന്നും കിട്ടിയില്ല. 7 നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ അടുത്ത 2 പീസിൽ നിന്ന് 15 വേണമെങ്കിൽ ഈ നഷ്ടപ്പെട്ട 7 പിടിക്കണം, പിന്നെ 15 പിടിക്കാൻ വേണം. അങ്ങനെ 15 7 ചേർത്ത് മക്കളെ 22 പിടിച്ചാൽ മാത്രമേ ഓവറോൾ 5% എന്ന് നമുക്ക് പറയാൻ പറ്റൂ. മക്കളെ 2 പീസുമുണ്ട്, 22 പിടിക്കുകയും വേണം. അപ്പോൾ ഓരോ പീസും എത്ര വെച്ച് പിടിക്കണമെന്ന് ചോദിച്ചാൽ 22/2 11%. പക്ക ക്ലിയർ ആണ്. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും, ഈ 243 എന്തുവാ 240 എന്തുവാ തവിട് കൊടുത്ത് വാങ്ങിയതാണോ? ഇത് ആവശ്യമൊന്നുമില്ലേ? നോർമലി എക്സും വൈയും ഒക്കെ ചെയ്യാൻ ആവശ്യമുണ്ട്. പക്ഷെ ഈ ചോദ്യത്തിൽ നമ്മുടെ സിമ്പിൾ ലോജിക് പ്രകാരം ഒരു ആവശ്യമില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കാം മക്കളെ. ഒരു സാധനത്തിന്റെ 1/3
7% നഷ്ടത്തിൽ വിറ്റു. ഈ സാധനത്തിന് ഓവറോൾ 5% ലാഭം കിട്ടണമെങ്കിൽ ബാക്കി ഭാഗങ്ങൾ എത്ര ശതമാനം ലാഭത്തിൽ വിൽക്കണം? മക്കളെ, ഇതിന് മൊത്തത്തിൽ ഓവറോൾ 5% കിട്ടണം. ഇതിന്റെ മൊത്തത്തിൽ ഈ 3 പീസിനും ഓവറോൾ 5 കിട്ടണമെങ്കിൽ ഈ 3 പീസിനും ഓൺ ആൻ ആവറേജ് 5 വെച്ച് കിട്ടണം. എന്ന് വെച്ചാൽ ഇവിടുന്ന് 5, ഇവിടുന്ന് 5, ഇവിടുന്ന് 5, അപ്പൊ മൊത്തം മക്കളെ 15 കിട്ടണം. ആദ്യത്തവന്റെ വിറ്റപ്പോ ഒന്നും കിട്ടിയില്ല, 7% നഷ്ടവുമായി. എന്ന് പറഞ്ഞാൽ ആദ്യത്തവനെ വിറ്റപ്പോ കൈരി 15ലേക്കൊന്നും വന്നുമില്ല, 7 പോവുകയും ചെയ്തു. അപ്പോൾ അടുത്ത 2 അവന്മാരിൽ നിന്ന് 15 നമുക്ക് പിടിക്കുകയും വേണം. ഈ നഷ്ടപ്പെട്ട 7 കൂടെ ചേർത്ത് 22 പിടിക്കണം. 2 പീസുമുണ്ട്, 22 പിടിക്കണം. അപ്പോൾ ഓരോന്നും എത്രയാന്ന് ചോദിച്ചാൽ 22/2 11% എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഓക്കെ ആണോ? ഇനി ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. വളരെ സിമ്പിളായി. ഈ സിനിമയും ഈ കഥാപാത്രങ്ങളെ അറിയാത്തവർ വളരെ കുറവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് PK രാംദാസ്, ഇത് പ്രിയദർശിനി രാംദാസ്, ഇത് ജതിൻ രാംദാസ്, ഇത് സ്റ്റീഫൻ നെടുമ്പള്ളി. നമ്മൾ സിനിമയിൽ പറയുന്ന പ്രകാരം ഇദ്ദേഹത്തിന്റെ 3 മക്കളാണ് ഇവര്. ഇനി ഇയാള് ഒരു ദിവസം ആഗ്രഹിക്കുകയാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും ഓൺ ആൻ ആവറേജ് 5 കോടി രൂപയുടെ ആസ്തി വേണം എന്നങ്ങ് ആലോചിക്കുകയാണ്. ഒന്നുകൂടെ പറയുന്നു, ഈ കുടുംബത്തിന്റെ ആവറേജ് വരുമാനം 5 കോടിയാണ് എന്നങ്ങ് ആലോചിക്കുക. അപ്പോൾ 5 കോടി വരുമാനം ഈ കുടുംബത്തിന് കിട്ടണമെങ്കിൽ ഇദ്ദേഹത്തിനും വേണം 5 കോടി, ഇദ്ദേഹത്തിനും വേണം 5 കോടി, ഇദ്ദേഹത്തിനും വേണം 5 കോടി. ആലോചിച്ച് നോക്ക്. ഈ 3 പേർക്കും കിട്ടിയാൽ മാത്രമേ ഓവറോൾ 5 കോടി കിട്ടി എന്ന് നമ്മളോട് പറയാൻ പറ്റൂ. ആലോചിക്കൂ. ഈ കുടുംബത്തിന് മൊത്തം 5 കോടിയുടെ ആവറേജ് ആസ്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവനും 5 വേണം, ഇവനും 5 വേണം, ഇവനും 5 വേണം. അപ്പം മൊത്തത്തിൽ 15 വേണം. ഓക്കെ ആണോ? 15 കിട്ടിയാൽ മാത്രമേ ഇവന് മൊത്തത്തിൽ 5 കോടി, ഓവറോൾ 5 കോടി ഉണ്ട് എന്ന് പറയാൻ പറ്റൂ. ഇനി കാര്യത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹമാണ് ഈ വീട്ടിലെ ബിസിനസ്സുകൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഭർത്താവ് വന്ന് കുറേ ബിസിനസ്സുകൾ ചെയ്തു. പോരാത്തതിന് ഇദ്ദേഹത്തിന്റെ ഭർത്താവിനെ ഇദ്ദേഹം വന്ന് കൊന്നു കളഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ 7 കോടിയുടെ നഷ്ടമാണ് ഈ കച്ചവടത്തിൽ നിന്നുണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇദ്ദേഹം ബിസിനസ് ചെയ്തപ്പോൾ 7 കോടിയുടെ നഷ്ടം ഉണ്ടായി. ആലോചിക്കൂ, മുമ്പത്തെ വെച്ച് കണക്ട് ചെയ്യൂ. അപ്പം മൊത്തത്തിൽ ഇദ്ദേഹത്തിന് 15 കോടി വേണം. ഇദ്ദേഹം ബിസിനസ് ചെയ്ത് 7 കോടി, ഇദ്ദേഹത്തിന്റെ ഭർത്താവ് ബിസിനസ് ചെയ്ത് 7 കോടി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് 15 കോടി ഓവറോൾ കിട്ടണമെങ്കിൽ ഇപ്പൊ 15ഉം വേണം, ഇവര് നഷ്ടപ്പെടുത്തിയ 7 കോടി തിരിച്ചു പിടിക്കുകയും വേണം. അപ്പം മൊത്തം ഇദ്ദേഹത്തിന് 22 കിട്ടിയാലല്ലേ പറ്റുള്ളൂ. 15 മൊത്തം വേണം. ഈ 15ന് വേണ്ടി കഷ്ടപ്പെട്ട് ഈ 7 കോടി കൈയിരിക്കുന്നത് പോയി. അപ്പോ മൊത്തത്തിൽ ഇനിയും 15 തിരിച്ചു വരണമെങ്കിൽ ഈ 15ഉം വേണം, ഈ നഷ്ടപ്പെട്ട 7 കോടി തിരിച്ചു പിടിക്കാൻ വേണം. അങ്ങനെ മൊത്തം 22 വേണം. 15ഉം വേണം, ഈ പോയ 7 തിരിച്ചു പിടിക്കാൻ വേണം. 22 വേണം. 22 വേണം താനും. ഇനി 2 പേരെ ഉള്ളുതാനും. 2 പേരിൽ നിന്ന് 22 പിടിക്കണം. അപ്പൊ ഓരോരുത്തരിൽ നിന്ന് എത്രന്ന് ചോദിച്ചാൽ 22/2 11. ഇദ്ദേഹം കാര്യമായി എന്തോ പറയുന്നുണ്ട്, എന്നാലും പോട്ടെ. ഓരോരുത്തരിൽ നിന്ന് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും 11. ഇനി അതും ഇതും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. മൊത്തം നമ്മൾ ഒരു സാധനത്തിനെ 3 തുല്യ ഭാഗമാക്കി. 3 തുല്യ ഭാഗത്തിൽ ഒരു ഭാഗം 7% നഷ്ടത്തിൽ വിറ്റു. ഓവറോൾ 5% ലാഭം കിട്ടണമെങ്കിൽ ഇവിടുന്ന് 5, ഇവിടുന്ന് 5, ഇവിടുന്ന് 5, 3 × 5 15 വരണം. മൊത്തത്തിൽ നിന്ന് 15 വരണം. പക്ഷെ ഇവിടെ നിന്ന് ആദ്യത്തവനെ ഇറക്കിയപ്പോ 7 പോയി. അപ്പോഴേ മനസ്സിലായിക്കോണം, ബാക്കി 2ൽ നിന്ന് 15ഉം വേണം, ഈ നഷ്ടപ്പെട്ട 7 കൂടെ ചേർത്ത് 22 വേണം. 2 പേരിൽ നിന്ന് 22. അപ്പോ ഓരോരുത്തരിൽ നിന്ന് എത്രന്ന് ചോദിച്ചാൽ 22/2 നമുക്ക് പറയാൻ കഴിയും 11. അപ്പൊ ബാക്കി ഓരോ ഭാഗവും 11% ലാഭത്തിൽ വിറ്റാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഇതുപോലെ നമുക്ക് ഒരു ചോദ്യം കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ചോദ്യം നമുക്ക് ഒരുമിച്ച് പറയാം, എന്നിട്ട് ഒരുമിച്ച് ചെയ്തു നോക്കാം. ഒരു വസ്തുവിൻ്റെ 1/5 ഭാഗം 5% നഷ്ടത്തിൽ വിറ്റു. ബാക്കി ഭാഗങ്ങൾ, ബാക്കി ഓരോ ഭാഗവും എത്ര ശതമാനം ലാഭത്തിൽ വിറ്റാൽ മുഴുവൻ 7% ലാഭം കിട്ടും? ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് 5000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി എന്നൊക്കെ പറയുമായിരിക്കും. നമ്മളത് ശ്രദ്ധിക്കേണ്ട, നമുക്കിത് മാത്രം മതി. ഒരു വസ്തുവിൻ്റെ
1/5 ഭാഗം 5% നഷ്ടത്തിൽ വിറ്റു. ബാക്കി ഓരോ ഭാഗവും എത്ര ശതമാനം ലാഭത്തിൽ വിറ്റാൽ മുഴുവൻ ലാഭം 7% കിട്ടും എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഫിഗർ വരച്ചു. ഒരു വസ്തുവിനെ നമ്മൾ 5 തുല്യ ഭാഗമാക്കി. 2, 3, 4, 5 5 തുല്യ ഭാഗം. മക്കളെ, നമുക്ക് ഓവറോൾ 7% ലാഭം വേണം. അപ്പം ഇവിടെ നിന്ന് മൊത്തം നമുക്ക് 7 വേണം. മൊത്തം 7 വേണമെങ്കിൽ ഓൺ ആൻ ആവറേജ് ഇവിടുന്ന് 7, ഇവിടുന്ന് 7, ഇവിടുന്ന് 7, ഇവിടുന്ന് 7, ഇവിടുന്ന് 7, അങ്ങനെ മൊത്തം 35 വേണം. കാര്യം 7% ഈ സാധനത്തിൽ നിന്ന് മുഴുവനിൽ നിന്ന് കിട്ടണമെങ്കിൽ എല്ലായിടത്തു നിന്നും ഒരു ആവറേജ് 7 വേണം. അപ്പൊ ടോട്ടൽ ഈ ആവറേജ് ഇൻറ്റു നമ്പർ, അതായത് എല്ലായിടത്തു നിന്നും 7 വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഓവറോൾ 7 കിട്ടി. അപ്പൊ ഇവിടുന്ന് 7, ഇവിടുന്ന് 7, ഇവിടുന്ന് 7, ഇവിടുന്ന് 7, ഇവിടുന്ന് 7, അങ്ങനെ 7 ഗുണം 5, 5 7, 5 ഗുണം 7 35 വേണം. എന്ത് സംഭവിച്ചാലും 35 വേണം. ആദ്യത്തവനെ വിറ്റപ്പോ 5% നഷ്ടം സംഭവിച്ചു സുഹൃത്തുക്കളെ. 5% നഷ്ടം സംഭവിച്ചു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ബാക്കി 4 ഓരോന്നും എത്ര വിൽക്കണം? മക്കളെ, നമുക്ക് വേണ്ടത് 35 അല്ലയോ? ആദ്യത്തവനെ വിറ്റപ്പോ 35 അങ്ങോട്ട് കൊടുക്കാനും പറ്റിയില്ല, 5 അങ്ങ് പോവുകയും ചെയ്തു. 5 കിട്ടിയായിരുന്നേ ബാക്കി 30 മതിയായിരുന്നു. ആലോചിച്ച് നോക്ക്, ബാക്കി 4 30 മതിയായിരുന്നു. 5 ലാഭമായിരുന്നെങ്കിൽ ബാക്കി 4 30 മതിയായിരുന്നു. പക്ഷെ ആദ്യത്തവനെ വിറ്റപ്പോൾ 5 നഷ്ടമാണ്. 5 നഷ്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 35 ഇങ്ങോട്ട് കിട്ടിയില്ല, കയ്യിലിരിക്കുന്ന 5 പോവുകയും ചെയ്തു. ആലോചിച്ച് നോക്ക്. അപ്പോ നമുക്ക് 35 ഇനി വരണമെങ്കിൽ ഇനി ഓവറോൾ 40 വരണം. ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ടാ? കാര്യം 35 എന്തായാലും വേണം. ഇവിടുന്ന് ഒരു 5 നഷ്ടവും ഉണ്ട്. അപ്പൊ 35 5 കൂടെ ചേർത്ത് മൊത്തം 40 വന്നാലല്ലേ നടക്കത്തുള്ളൂ സുഹൃത്തുക്കളെ. ആലോചിച്ച് നോക്ക്. ബാക്കി 4 ഭാഗവുമുണ്ട്, 40 വരണം വേണം. അപ്പൊ ഓരോന്നും എത്രന് വിൽക്കണമെന്ന് ചോദിച്ചാൽ 40/4. നമ്മുടെ ഉത്തരം ക്ലിയർ ആണ്, 10% പക്ക. ഓവറോള് എല്ലായിടത്തുനിന്നും 5 വെച്ച് കിട്ടിയാൽ 35 കിട്ടിയാൽ നടക്കുള്ളൂ. ആദ്യത്തവൻ 5% നഷ്ടം. അപ്പോഴേ ഉറപ്പിച്ചോണം, 5% നഷ്ടമാണെങ്കിൽ അടുത്ത 4 35 നമുക്ക് ഇന്ന് വേണം താനും. ഈ 5 നഷ്ടപ്പെട്ടത് പിടിക്കാൻ വേണം, എന്നാലല്ലേ. കാര്യം 5 പോയിരിക്കുക, 35 വരണമെങ്കിൽ ഈ പോയ 5 വേണം, പിന്നെ ഒരു 35, അങ്ങനെ മൊത്തം 40 വേണം. 4 40. ഓരോന്നും എത്രയാന്ന് ചോദിച്ചാൽ 40/4 10. ഓക്കെ ആണ്. 2022 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 3 വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെ: ഇൻ എ വില്ലേജ് 50% ഓഫ് ദി പീപ്പിൾ ഹാവ് കാർ. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വില്ലേജിൽ 50% ആളുകൾക്ക് കാറുണ്ട്. 30% ഹാവ് 2 വീലർ. 30% ആളുകൾക്ക് 2 വീലർ ഉണ്ട്. 15% ഹാവ് ബോത്ത് കാർ ആൻഡ് 2 വീലർ. 15% ആളുകൾക്ക് കാറുമുണ്ട് 2 വീലറുമുണ്ട്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ വില്ലേജ് ഹാസ് നെയ്തർ കാർ നോർ 2 വീലർ? കാറും 2 വീലറും ഇല്ലാത്തവർ എത്ര? മക്കളെ, വെൻ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്യുന്ന ചോദ്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ 2000 കഴിഞ്ഞ് ഡിഗ്രി ലെവലിന് പരീക്ഷകൾക്ക് മാത്രം 3 പ്രാവശ്യത്തോളം വെൻ ഡയഗ്രത്തിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് 3 നമ്മൾ ചെയ്യും. പക്ഷെ വെൻ ഡയഗ്രം നിങ്ങൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് പഠിക്കണം. വെൻ ഡയഗ്രത്തുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സമയമുണ്ടെങ്കിൽ മാത്രം ഒന്ന് കാണുക. അറ്റ്ലീസ്റ്റ് ഈ 3 ചോദ്യങ്ങൾ ചെയ്യുന്ന രീതിയെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളുക. വെൻ ഡയഗ്രം പ്രത്യേകിച്ച് പെർസെൻറ്റേജിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഗ്രി ലെവലിൽ. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 50% ആളുകൾക്ക് കാറുണ്ട് ഒരു വില്ലേജിലെ. 30% ആളുകൾക്ക് 2 വീലർ ഉണ്ട്. ഇനി 15% ആളുകൾക്ക് കാറും ഉണ്ട് 2 വീലറും ഉണ്ട്. അങ്ങനെയാണ് രണ്ടും ഇല്ലാത്തവർ എത്ര എന്നതാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വില്ലേജിനെ ഞാനൊന്ന് വരയ്ക്കാൻ പോവാം. ശ്രദ്ധിക്കണം, ഈ ബോക്സ് ആണ് വില്ലേജ് എന്നിരിക്കട്ടെ. വില്ലേജിലുള്ള മുഴുവൻ ആളുകൾ 100%. കാര്യം പെർസെൻറ്റേജിൽ മുഴുവനെന്ന് പറയുമ്പോൾ മൊത്തം 100%. ഓക്കെ ആണ്, മുമ്പോട്ട് പോവേ. ഇനി പെർസെൻറ്റേജിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ ഇവിടെ എണ്ണം തരും. ഇപ്പോൾ 500 ആളുകളാണെങ്കിൽ അവിടെ നമ്മൾ 500 എന്ന് കൊടുക്കും. ഇവിടെ പെർസെൻറ്റേജിൽ പറഞ്ഞതുകൊണ്ട്
മുഴുവനെന്ന് പറയുന്നത് 100%. ഓക്കെ, ആ വില്ലേജിൽ 50% ആളുകൾക്ക് കാറുണ്ട്. അപ്പൊ മക്കളെ, ഇത് കാറുള്ളവരാണ്. 50% ആളുകൾക്ക് കാറുണ്ട്. ഇനി 30% ആളുകൾക്ക് മക്കളെ 2 വീലർ ഉണ്ട്. ഈ വട്ടം 2 വീലർ ഉള്ളവരാണ്, ബൈക്ക് ഉള്ളവരാണ്, 2 വീലർ ഉള്ളവരാണ്. അപ്പം നിങ്ങൾ ആലോചിക്കാതെ എന്തുകൊണ്ടാണ് ചേർത്ത് വരച്ചേ? മക്കളെ, കാറുള്ള കുറച്ച് പേർ എന്തായാലും 2 വീലറും ഉണ്ട്. ആലോചിച്ച് നോക്ക്. 2 ഇല്ലാത്തവരും ഉണ്ട്. കാറുള്ള കുറച്ച് പേർക്ക് എന്തായാലും 2 വീലറും ഉണ്ട്. 2ൻ്റെ അകത്തും വരുന്ന ആളുകളുണ്ട്. കാറും ഉണ്ട്, 2 വീലറും ഉള്ളവരുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടെ ചേർത്ത് വരച്ചു. ഇനി 15% ഹാവ് ബോത്ത് കാർ ആൻഡ് 2 വീലർ. രണ്ടുമുള്ളവർ 15%. അതിവരല്ലേ? രണ്ടുമുള്ളവർ 15%. ഓക്കെ, ഇനി നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത്? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി പീപ്പിൾ ഇൻ ദ വില്ലേജ് ഹാവ് നെയ്തർ കാർ നോർ 2 വീലർ. കാറും ഇല്ല, 2 വീലറും ഇല്ലാത്തവർ. കാറും 2 വീലറും ഇല്ലാത്തവരെ ഈ വട്ടത്തിൽ വരുന്നില്ല, എന്നാൽ അവർ ആ വില്ലേജിൽ ഉണ്ട് താനും. കാറും ഇല്ല, 2 വീലറും ഇല്ലാത്തവർ ഇതിനകത്തിലുണ്ട്. അവർ വട്ടത്തിൻ്റെ അകത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ. അവരെ നമ്മൾ എക്സ് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു, ഇവിടെ വരെ ശ്രദ്ധിക്കുക. ഇതാണ് ആ വില്ലേജ്. ആ വില്ലേജ് പെർസെൻറ്റേജിലായതുകൊണ്ട് വില്ലേജ് മുഴുവൻ 100%. ആ വില്ലേജിൽ 50% ആളുകൾക്ക് കാറുണ്ട്. പിന്നെ 30% ആളുകൾക്ക് 2 വീലർ ഉണ്ട്. രണ്ടും കൂടെ ചേർത്ത് വരച്ചതിൻ്റെ കാര്യം ചിലപ്പോൾ 2ന് വരുന്നവരുമാരുണ്ട്. ഇനി 15% ആളുകൾക്ക് 2ഉമുണ്ട്. ഇനി 2ഉമില്ലാത്തവരെ നമുക്ക് കാണണം. ആ 2ഉമില്ലാത്തവർ എവിടാ വരുന്നത്? അവർ ആ വില്ലേജിൽ തന്നെ ഉള്ളവരാണ്. ഈ വട്ടത്തിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2ഉമില്ലാത്തവർ നമുക്ക് അറിയത്തില്ല. അവരെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു സുഹൃത്തുക്കളെ, എക്സ്. ഓക്കെ ആണോ? ഇനി ചില ആളുകളുണ്ട് 2ഉം ഇല്ലാത്തവരെ കൊണ്ടുവന്ന് ഇവിടൊക്കെ വരയ്ക്കും. അവർ ഇതിനകത്തിൽ ഇല്ലല്ലോ, ഈ ഈ ഫിഗറിൽ ഇല്ലല്ലോ. അവർ ഈ ഫിഗറിലുണ്ട്, ഈ വില്ലേജിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇതിൻ്റെ ആദ്യം തന്നെ വരണം. ഈ വട്ടത്തിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ കാണാൻ വരയ്ക്കുവാണെങ്കിൽ അവർ ഈ ഭൂമിയിലേ ഇല്ലെന്ന് വേണേൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ അവർ ഈ വില്ലേജിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തിൽ തന്നെ, പക്ഷേ ഈ വട്ടത്തിൻ്റെ അകത്തിൽ വരുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയുന്നതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിലാണ് കാര്യം. കാറുള്ള 50ഉം കണ്ടോണം, 2 വീലർ ഉള്ള 30ഉം, രണ്ടുമില്ലാത്ത, കണ്ടോ, ഈ രണ്ടുമില്ലാത്ത എക്സ് കൂടെ കൂട്ടിയിട്ട് കോമണായി വരുന്ന 15 കുറയ്ക്കുമ്പോൾ നമുക്ക് 100 കിട്ടും. കാര്യം ഓവറോൾ 100. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിച്ചോണം. കാറുള്ള 50ഉം 2 വീലറുള്ള 30ഉം എക്സ് കൂടെ കൂട്ടിയിട്ട് ഈ രണ്ടിടത്തും വരുന്ന, രണ്ടുമുള്ള, കോമണായി വരുന്ന കാറും ബൈക്കും രണ്ടുമുള്ള 15 കുറയ്ക്കുമ്പോൾ നമുക്ക് മുഴുവൻ 100 വരണം. അപ്പൊ കുറച്ച് പേരുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു സാധനം ഞാൻ പറയട്ടെ. കാറുള്ള 50ഉം ബൈക്കുള്ള 30ഉം രണ്ടും ഇല്ലാത്തവരെയും കൂടെ കൂട്ടിയാൽ 100 വരത്തില്ലേ? ഇല്ല, വരത്തില്ല. അതെന്തുകൊണ്ടാ മക്കളെ? ഈ കാറുള്ള 50 നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൽ ബൈക്കുള്ള കുറച്ച് പേരെ നമ്മൾ എടുത്തു, കണ്ടോ? ഇനി ബൈക്കുള്ള 30 എടുക്കുമ്പോൾ തന്നെ കാറുള്ള കുറച്ച് പേരെ നമ്മൾ എടുത്തു. ഇങ്ങനത്തിൽ തന്നെ ഉണ്ട് ഇവന്മാർ. അപ്പോൾ കാറിൽ എടുത്തപ്പോൾ തന്നെ ബൈക്കുള്ള കുറച്ച് പേരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ബൈക്ക് എടുത്തപ്പോൾ തന്നെ കാറുള്ള കുറച്ച് പേരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടിലും പെടുന്നവന്മാരെ നമ്മൾ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. അവന്മാർ അവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. നമുക്ക് 2 പ്രാവശ്യം എടുക്കേണ്ട കാര്യമുണ്ടോ? 1 പ്രാവശ്യം എടുത്താൽ പോരെ. അതുകൊണ്ടാണ് ഈ രണ്ടിലും വരുന്നവന്മാരെ നമ്മൾ കുറച്ച് കളഞ്ഞത്. കാര്യം അവന്മാർ കുമ്പിടികളാ. അവിടെ ഉണ്ട്, ഇവിടെയുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം എടുക്കേണ്ട, 1 പ്രാവശ്യം എടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ അവന്മാരെ കുറച്ച് കളഞ്ഞത്. എല്ലാ വെൻ ഡയഗ്രത്തിലും ഈ കോമണായി വരുന്നവനെ നമ്മൾ കുറയ്ക്കണം. ഇതാണ് എല്ലാ വെൻ ഡയഗ്രത്തിൻ്റെയും ബേസിക് ക്വസ്റ്റ്യനുകളുടെ ലോജിക് എന്ന് പറയുന്നു. ഇത് കിട്ടിയാൽ നമുക്ക് എങ്ങനെ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയുന്നു. കാറുള്ള 50ഉം ബൈക്കുള്ള 30ഉം രണ്ടുമില്ലാത്ത എക്സ് കൂടെ കൂട്ടിയിട്ട് കോമണായി വരുന്ന 15 കുറയ്ക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് 100 കിട്ടണം. കോമൺ എപ്പോഴും അവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്, കുറയ്ക്കണം. അത് കുറയ്ക്കാതെ 100 വരത്തില്ല. ഇനി നമ്മൾ പറ, നമുക്ക് എക്സാ കാണണ്ടേ? 50ഉം 30ഉം 80. 80-ൽ നിന്ന് 15 പോയാൽ 65.
മക്കളെ 65 പ്ലസ് എക്സ് ആണ് 100. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ, അതല്ലേ രണ്ടും ഇല്ലാത്തവന്മാര്. ഇത് അപ്പുറം കൊണ്ടുപോകണം. നിങ്ങൾ സിമ്പിൾ ലോജിക്ക് ആലോചിച്ച് നോക്ക്. 65ന്റെ കൂടെ എന്തരോ കൂട്ടുമ്പോൾ 100 കിട്ടും. 65ന്റെ കൂടെ 75, 85, 95, 35 കൂട്ടുമ്പോഴല്ലേ 100. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 35 അല്ലേ? 65 എക്സ് കൂടെ കൂട്ടും, 65 35 കൂട്ടുമ്പോഴാണ് 100 വരുന്നത്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 35 അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ 35 ആണ്. ഓപ്ഷൻ ഡി. ഇനി ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. എക്സ് കാണാൻ നോക്ക്, ഇവിടെ 100 ഉണ്ട്, ഈ 65 അവിടെ പോയി മൈനസ് ആകും. എക്സ് ഈസ് ഈക്വൽ ടു, അപ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം 35, 35, 35. ഓപ്ഷൻ ഡി. എങ്ങനുണ്ട്? അപ്പോ ഈ സാധനം ഞാൻ ഒന്നുകൂടെ പറയും, എന്നിട്ട് ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള 2 ചോദ്യം കൂടെ നമുക്ക് ചെയ്യും. ഇതാണ് ആ നഗരം. മക്കളെ, ആ നഗരം മുഴുവൻ 100. ആ നഗരത്തിൽ 50% ആളുകൾക്ക് കാറുണ്ട്, പിന്നെ 30% ആളുകൾക്ക് ബൈക്കുണ്ട്, 2 വീലർ ഉണ്ട്. ഇനി 15% ആളുകൾക്ക് രണ്ടുമുണ്ട്. ഇനി രണ്ടുമില്ലാത്തവരെ വേണം. അവർ ഈ നഗരത്തിൽ തന്നെ ഉള്ളവരാണ്. അവരെ നമ്മൾ വെളിയിലോട്ട് മാർക്ക് ചെയ്ത് വട്ടത്തിലില്ല എക്സ്, രണ്ടുമില്ലാത്തവരാണ് എക്സ്. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ലോജിക്ക് പറ. കാറുള്ള 50ഉം ബൈക്കുള്ള 30ഉം രണ്ടുമില്ലാത്ത എക്സ് കൂടെ കൂട്ടി, കാറുള്ള 50ഉം ബൈക്കുള്ള 30ഉം രണ്ടുമില്ലാത്ത എക്സ് കൂടെ കൂട്ടിയിട്ട് ഈ കോമണായി വരുന്ന 15 കുറയ്ക്കുമ്പോൾ 100 വരും. 50ഉം 30ഉം 80. 80ൽ നിന്ന് 15 പോയാൽ 65. 65 പ്ലസ് എക്സ് ആണ് 100. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാൻ സിമ്പിളാണ്. 65ഉം 35ഉം 100. എക്സിന്റെ വാല്യൂ കാണാൻ 100 മൈനസ് 65 നമുക്ക് പറയാൻ കഴിയും 35. ക്ലിയർ ആണ്. മുമ്പോട്ട് വാ. 2024 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1 ആണ് ഈ ചോദ്യം. 2024 ഡിഗ്രി പ്രിലിംസ് ഫേസ് 1. ഇൻ ആൻ എക്സാമിനേഷൻ 40% ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ഇംഗ്ലീഷ്. തോറ്റവരെ കുറിച്ചാണ് പറയുന്നത്. ഒരു എക്സാമിനേഷനിൽ 40% ആളുകൾ ഇംഗ്ലീഷിന് തോറ്റു. 53% ഇൻ മാത്തമാറ്റിക്സ്. 53% ആളുകൾ കണക്കിന് തോറ്റു. 15% ഇൻ ബോത്ത് ദ സബ്ജക്ട്. രണ്ടിനും തോറ്റു. രണ്ടിനും തോറ്റു. ഓക്കെ, രണ്ടിടത്തും ഉണ്ട്, രണ്ടിനും. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ദോസ് ഹു പാസ്ഡ് ഇൻ ബോത്ത് സബ്? എങ്കിൽ രണ്ടിലും ജയിച്ചവർ എത്ര? ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമിനേഷൻ എഴുതിയ ആളുകൾ എന്നിരിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് ഫെയിൽഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതാണ് എക്സാമിനേഷൻ എഴുതിയ ആളുകൾ മുഴുവൻ. മക്കളെ 100%. ഓക്കെ, പെർസെൻറ്റേജിലാണ് പറയുന്നതെങ്കിൽ മുഴുവൻ 100%, അല്ലെ മുഴുവൻ എണ്ണം നമ്മളോട് പറയും. മുഴുവൻ 100%. അതിൽ 40% ആളുകൾ ഇംഗ്ലീഷിന് തോറ്റവരാണ്. തോറ്റവരെ കുറിച്ചാണ് പറയുന്നത്. ഈ വട്ടത്തിലുള്ളവർ ഇംഗ്ലീഷിന് തോറ്റവരാ. ഇനി 53% ആളുകൾ മാത്സിന് തോറ്റവരാണ്. ഞാനിത് രണ്ടും കൂടെ ചേർത്ത് വരച്ച എന്തുകൊണ്ടാ? രണ്ടിനും തോറ്റവർ എന്തായാലും ഉണ്ടാവും. രണ്ടിനും ഇവിടെ ഉള്ളവർ എന്തായാലും ഉണ്ട്, ഉറപ്പാ. ഓക്കെ, ഇനി 15% ഫെയിൽഡ് ഇൻ ബോത്ത് സബ്ജക്ട്. 15% ആളുകൾ രണ്ടിനും തോറ്റു. ഓക്കെ, രണ്ടിടത്തും ഉണ്ട്, അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ദോസ് ഹു പാസ് ഇൻ ബോത്ത്? എങ്കിൽ രണ്ടിനും ജയിച്ചവർ എത്ര? രണ്ടിനും ജയിച്ചവർ എന്തായാലും ഈ വട്ടത്തിന് വെളിയിലാണ്. എന്തുകൊണ്ടാ? കാര്യം ഈ വട്ടം ഇട്ടത് തന്നെ തോറ്റവരെ കുറിച്ചാ. അപ്പൊ വട്ടത്തിന് വെളിയിലാണ്. അപ്പൊ മുഴുവൻ മക്കളെ നമുക്കെല്ലാവർക്കും അറിയാം 100%. അതിൽ 40% ആളുകൾ ഇംഗ്ലീഷിന് തോറ്റു. പിന്നെ പറ, 53% ആളുകൾ പറഞ്ഞോ മാത്സിന് തോറ്റു. 15% ആളുകൾ രണ്ടിനും തോറ്റു. രണ്ടിനും. എങ്കിൽ രണ്ടിനും ജയിച്ചവർ ഈ വട്ടത്തിന് വെളിയിലാണ്. അവരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവർ എക്സ് ആണ്. ഇനി നമ്മുടെ ലോജിക്കിലേക്ക് വാ. ഇംഗ്ലീഷിന് തോറ്റ 40, കണക്കിന് തോറ്റ 53, രണ്ടിനും തോറ്റ എക്സ് കൂടെ കൂട്ടിയിട്ട്, സോറി രണ്ടിനും തോറ്റല്ല, രണ്ടിനും ജയിച്ച വട്ടത്തിന് വെള്ളി, രണ്ടിനും ജയിച്ച എക്സ് കൂടെ കൂട്ടിയിട്ട് ഈ രണ്ടിടത്തും വരുന്നവന്മാർ കോമണായി വരുന്ന രണ്ടിനും തോറ്റവന്മാരായ 15 കുറയ്ക്കുമ്പോൾ നമുക്ക് 100 കിട്ടണം. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ?
ഒന്നുകൂടെ പറയുന്നു, ഇംഗ്ലീഷിന് തോറ്റ 40ഉം മാത്സിന് തോറ്റ 53ഉം ഇനി രണ്ടിനും ജയിച്ച വെളിയിൽ കിടക്കുന്ന എക്സൂടെ കൂട്ടിയിട്ട് ഈ രണ്ടിടത്തും വരുന്ന കോമണായി വരുന്ന രണ്ടിനും തോറ്റ രണ്ടിടത്തും വരുന്ന കോമൺ അവിടെയുമുണ്ട് ഇവിടെയുണ്ട് 15 കുറയ്ക്കുമ്പോൾ നമുക്ക് 100 കിട്ടണം. ഇനി പറ, 40ഉം 53ഉം 93. 93 മൈനസ് 15, 40, 53, 93. 93-ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ 83, 78. 78 പ്ലസ് എക്സ് ആണ് 100. ഇനി വളരെ സിമ്പിളായി നിങ്ങളുടെ ലോജിക്ക് ആലോചിക്കുക. എടാ 78ന്റെ കൂടെ എന്തരോ കൂട്ടുമ്പോൾ 100 വരും. 88, 98, 2. അപ്പൊ ഇവിടെ 22 വരുന്നുണ്ട്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 22 വരണം. അപ്പൊ എക്സ് എന്ന് പറയുന്നത് രണ്ടിനും ജയിച്ചവരാ വെളിയിൽ കിടക്കുന്നത്, അത് 22 എന്ന് മനസ്സിലാവും. ഇനി അഥവാ നമുക്ക് ഡൗട്ട് ഉണ്ട് എക്സ് കാണാൻ 100 മൈനസ് 78, നമ്മുടെ ഉത്തരം പക്കാ ക്ലിയർ ആണ്, 22. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. എങ്ങനുണ്ട്? അങ്ങനെയാണ് 2023 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 2-ൽ വന്ന കുറച്ചുകൂടെ വ്യത്യസ്തമായ ചോദ്യം നോക്കാം. Among 250 students, 110 students like football. 250 കുട്ടികളിൽ 110 കുട്ടികൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. ആൻഡ് 152 സ്റ്റുഡൻസ് ലൈക്ക് ക്രിക്കറ്റ്. 152 കുട്ടികൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്. 53 സ്റ്റുഡൻസ് ലൈക്ക് ബോത്ത് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ്. 53 പേർക്ക് രണ്ടും ഇഷ്ടമാണ്. ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് നെയ്തർ ഫുട്ബോൾ നോർ ക്രിക്കറ്റ്. എങ്കിൽ ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടമല്ലാത്തവർ എത്ര? ഒന്നുകൂടെ പറയുന്നു, 250 കുട്ടികളിൽ 110 കുട്ടികൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, 152 കുട്ടികൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, 53 കുട്ടികൾക്ക് രണ്ടും ഇഷ്ടമാണ്. എങ്കിൽ രണ്ടും ഇഷ്ടമല്ലാത്തവർ എത്ര? മുമ്പത്തെ ചോദ്യവും ഈ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഒന്നുമില്ല, മുമ്പത്തെ ചോദ്യം പെർസെൻറ്റേജിലാണ് പറഞ്ഞത്, ഈ ചോദ്യം ആ സ്ഥാനത്ത് നമ്പറിൽ പറഞ്ഞു. അത്രേ ഉള്ളൂ. മുമ്പത്തെ ചോദ്യം 30%, 50% ആളുകൾക്ക് രണ്ടിലും ഇഷ്ടമല്ലാത്ത 40% അങ്ങനെയായിരുന്നു. ഇവിടെ കറക്റ്റ് ഒരു എണ്ണം പറഞ്ഞു. അപ്പൊ ഇവിടെ 250 കുട്ടികളുണ്ട്. അപ്പൊ ഇത് വെളിയിൽ 250. കണ്ടോ? ഇത്രേ ഉള്ളൂ വ്യത്യാസം. മുമ്പേ ടോട്ടൽ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആകുമ്പോൾ 100 ഇവിടെ എണ്ണം പറയുമ്പോൾ കൃത്യം നമ്മുടെ കയ്യിൽ എണ്ണം ഉണ്ട് 250. കൃത്യം എണ്ണം 250. ഓക്കെ, മുമ്പേ ഇവിടെ 100 വരും, പെർസെൻറ്റേജ് ആകുമ്പോൾ 100. എണ്ണത്തിൽ പറഞ്ഞാൽ ഇവിടെ ആ എണ്ണം വരും 250. ഇത്രേ ഉള്ളൂ. ആ 250-ൽ 110 പേർക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. അപ്പൊ ഈ വട്ടത്തിന്റെ അകത്തിൽ വരുന്നവർ ഫുട്ബോളുകാരന്മാരാണ് 110. 152 പേർക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്. ഈ വട്ടത്തിന്റെ അകത്തിൽ വരുന്നവർ ക്രിക്കറ്റുകാരന്മാരാണ്, ക്രിക്കറ്റ് ഇഷ്ടമാണ്. എന്തുകൊണ്ടാ ചേർത്ത് വരച്ചേ? രണ്ടും ഇഷ്ടമുള്ളവരുണ്ട് സുഹൃത്തുക്കളെ, ഉണ്ട്. രണ്ടും ഇഷ്ടമുള്ളവരുണ്ട്, ഫുട്ബോളും ഉണ്ട്, ക്രിക്കറ്റും ഇഷ്ടമുള്ളവരുണ്ട്. ഇനി 53 പേർക്ക് 53 രണ്ടും ഇഷ്ടമാണ്. കണ്ടോ? ബോത്ത് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ്. ക്രിക്കറ്റും ഇഷ്ടമാണ്, ഫുട്ബോളും ഇഷ്ടമാണ്. അപ്പൊ ഫുട്ബോൾ ഇഷ്ടപ്പെട്ടവർ 110, ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ടവർ 152, രണ്ടും ഇഷ്ടപ്പെട്ടവർ 53. ഇനി നമ്മളോട് എന്ത് ചോദിച്ചേ? ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടമല്ലാത്തവർ, അവരെ നമുക്കറിയത്തില്ല, അവര് 250 തന്നെ ഉള്ളവരാണ്, അവരെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, മുമ്പോട്ട് വാ മക്കളെ. ഏതെങ്കിലും ഒരു വാല്യൂ ഇതിനകത്തിൽ എക്സ് ആയിരിക്കും. ചിലപ്പോൾ രണ്ടും ഇഷ്ടപ്പെട്ടവരെ നമുക്ക് അറിയത്തില്ലായിരിക്കും, അവിടെ നമ്മൾ എക്സ് കൊടുക്കും. ചിലപ്പോൾ ഫുട്ബോൾ ഇഷ്ടപ്പെട്ടവരായിരിക്കും, അവിടെ നമ്മൾ എക്സ് കൊടുക്കും. ചിലപ്പോൾ ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വാല്യൂ ഇതിനകത്തിൽ നമുക്ക് മിസ്സിങ് ആയിരിക്കും, അത് എക്സ് ആയിരിക്കും. ലോജിക്ക് എപ്പോഴും ഇത് തന്നെ. അപ്പോൾ ഇവിടെ വരെ ഞാൻ ഒന്നുകൂടെ പറയുന്നു മക്കളെ, മുഴുവൻ പെർസെൻറ്റേജിലാണ് 100, എണ്ണത്തിലാണ് കറക്റ്റ് മുഴുവൻ എണ്ണം നമ്മളോട് പറയും 250. അതിൽ 110 പേർക്ക് ഫുട്ബോൾ, 152 പേർക്ക് ക്രിക്കറ്റ്, പിന്നെ 53 പേർക്ക് രണ്ടും ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ബോത്ത്. ഇനി രണ്ടും ഇഷ്ടമല്ലാത്തവർ അവർ 250-ലുണ്ട്, പക്ഷെ വട്ടത്തിലില്ല. വട്ടത്തിൽ ഫുട്ബോളും ക്രിക്കറ്റും ഉള്ളവരാ, അവരെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ഇനി നമ്മുടെ ലോജിക്ക് പറ. ഫുട്ബോൾ ഇഷ്ടപ്പെട്ട 110-ഉം ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ട 152-ഉം ഇനി രണ്ടും ഇഷ്ടപ്പെടാത്ത എക്സൂടെ കൂട്ടിയിട്ട്
ഈ കോമണായി വരുന്ന രണ്ടിടത്തുമുള്ള, അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്, അവിടെയുമുണ്ട് ഇവിടെയുണ്ട്, രണ്ടിടത്തുമുള്ള കോമൺ കുമ്പിടികൾ അവിടെയുണ്ട് ഇവിടെയുണ്ട്. 53 കുറയ്ക്കുമ്പോൾ നമുക്ക് പേഴ്സൻറ്റേജിലാണ് 100 വരണം, ഇവിടെ ആ എണ്ണം വരണം. മുഴുവൻ പേഴ്സൻറ്റേജിൽ 100. ഇവിടെ കറക്റ്റ് ഒരെണ്ണം ഉണ്ട് 250. ഒന്നുകൂടെ പറയുന്നു, പേഴ്സൻറ്റേജ് ആണ് 100 വരണം, എണ്ണത്തിലാണ് ആ കറക്റ്റ് ടോട്ടൽ എണ്ണം വരണം. ഒന്നുകൂടെ, ഫുട്ബോൾ ഇഷ്ടപ്പെട്ട 110ഉം ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ട 152ഉം രണ്ടും ഇഷ്ടമല്ലാത്ത എക്സൂടെ കൂട്ടിയിട്ട് കോമണായി വരുന്ന 53 കുറയ്ക്കുമ്പോൾ 250 പറഞ്ഞു. ഒന്നുകൂടെ, ഫുട്ബോൾ ഇഷ്ടപ്പെട്ട 110ഉം ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ട 152ഉം രണ്ടും ഇഷ്ടമല്ലാത്ത എക്സൂടെ കൂട്ടിയിട്ട് കോമൺ അവിടെയും ഉണ്ട് ഇവിടെ ഉണ്ട് രണ്ടിടത്തും വരുന്ന 53 കുറയ്ക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 250 വരണം. പേഴ്സൻറ്റേജിലാണ് 100, മറ്റേടത്താണ് ടോട്ടൽ എത്രയാണോ അത്. ടോട്ടൽ ഇവിടെ 250. ടോട്ടൽ പെർസെൻറ്റേജിലായിരുന്നു ഈക്വൽ ടു 100 എഴുതേണ്ടി വരും, ഇവിടെ ഈക്വൽ ടു ടോട്ടൽ 250. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതിൻ്റെ അകത്തിൽ ഓപ്ഷൻസ് തെറ്റാണ്. ഞാൻ എവിടുന്നോ പറക്കിയിട്ടപ്പോൾ എനിക്ക് മിസ്സിങ് ആയി പോയതാണ്. ശതമാനത്തിലല്ല ആ ഓപ്ഷൻ വരേണ്ടത്, എണ്ണമാണ്. ഞാൻ എഴുതിയ ഓപ്ഷൻ്റെ മിസ്റ്റേക്കാണ്, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഉത്തരം എത്രയാണെന്ന് നമുക്ക് നോക്കാം. 110ഉം 152ഉം കൂടെ കൂട്ടുമ്പോൾ 262. 262ൽ നിന്ന് 53 കുറയ്ക്കുമ്പോൾ നമുക്ക് പറയാം 262ൽ നിന്ന് 53 കുറയ്ക്കുമ്പോൾ 209. 209 പ്ലസ് എക്സ് ആണ് 250. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 209ന്റെ കൂടെ എന്തോ കൂട്ടുമ്പോൾ 250 ആവും. എടാ 209ന്റെ കൂടെ 19, 29, 39, 41 കൂട്ടുമ്പോഴാണ് 250 ആവുക. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 41 ആണ് ഉത്തരം. ഇനി അഥവാ നമുക്ക് ഡൗട്ട് ഉണ്ട്, എക്സ് ഈസ് ഈക്വൽ ടു 250 മൈനസ് 209, കരി പ്ലസ് അപ്പുറത്ത് പോയി, അപ്പോഴും നമ്മുടെ ഉത്തരം 41 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം 41 ആണ്. ഞാൻ ഓപ്ഷൻസ് അവരെഴുതിയത് ശരിയായിരുന്നു, ഞാൻ ഇട്ടത് മാറിപ്പോയതാണ്, ദയവായി ക്ഷമിക്കുക. ടൈപ്പ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കാണ്ട് പോയതാണ്. ഒന്നുകൂടെ പറയുന്നു, ഫുട്ബോൾ ഇഷ്ടപ്പെട്ട 110ഉം ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ട 152ഉം രണ്ടും ഇഷ്ടമല്ലാത്ത എക്സൂടെ കൂട്ടിയിട്ട് ഈ രണ്ടിടത്തും വരുന്ന കോമണായി വരുന്ന 53 കുറയ്ക്കുമ്പോൾ പെർസെൻറ്റേജിൽ 100, ഇവിടെ ആകുമ്പോൾ ടോട്ടൽ 250. ഓക്കെ ആണോ? ഇനി 110ഉം 112ഉം 52 കൂടെ കൂട്ടുമ്പോൾ 262. 262ൽ നിന്ന് 53 കുറച്ചാൽ 209. 209 പ്ലസ് എക്സ് ആണ് 250. ഇപ്പൊ തന്നെ മനസ്സിലാവും, 209ഉം 41ഉം ആണ് 250. അപ്പൊ എക്സ് 41 ആണെന്ന് മനസ്സിലാവും. ഇനി അഥവാ ഡൗട്ട് ഉണ്ട്, എക്സ് ഈസ് ഈക്വൽ ടു 250 മൈനസ് 209, നമ്മുടെ ഉത്തരം 41. സെറ്റാണ്. എന്തുവാ എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോളും ഇല്ല ക്രിക്കറ്റും ഇല്ല, രണ്ടും ഇഷ്ടമല്ല. രണ്ടും ഇഷ്ടമല്ലാത്തവരുടെ എണ്ണം ഹൗ മെനി എത്രയാന്ന് ചോദിച്ചാൽ 41. സെറ്റാണ്. മുമ്പോട്ട് 2022 ഡിഗ്രി മെയിൻസിന് വന്ന വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. ചോദ്യം ചിലപ്പോൾ മനസ്സിലാവാൻ ഒരു സ്വല്പം പാടായിരിക്കും. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നതിനേക്കാളും ഒരു സ്വല്പം കൂടെ ശ്രദ്ധിച്ചിരിക്കണം. അത് കണക്ട് ചെയ്താൽ വലിയ കുഴപ്പമില്ല, ശ്രദ്ധിച്ചിരിക്കുക. ചോദ്യം ഇതാണ്, മിൽക്ക് കണ്ടെയ്ൻ 7% ഓഫ് വാട്ടർ. മിൽക്കിൻ്റെ അകത്തിൽ 7% വെള്ളമുണ്ട്, പാലിൽ 7% വെള്ളമുണ്ട്. ഓക്കെ, വാട്ട് ക്വാണ്ടിറ്റി ഓഫ് പ്യുവർ മിൽക്ക് ഷുഡ് ബി ആഡഡ് ടു 10 liters ഓഫ് മിൽക്ക് ടു റെഡ്യൂസ് ടു 4%? അങ്ങനെയാണ് 10 ലിറ്റർ മിൽക്കിൻ്റെ അകത്തിലോട്ട്, അല്ലെങ്കിൽ 10 ലിറ്ററിൽ മിൽക്ക്, അതായത് വെള്ളവും പാലും അടങ്ങിയിരിക്കുന്ന മിൽക്കിൻ്റെ അകത്തോട്ട് എത്രത്തോളം പാലും മാത്രം, പ്യുവറായിട്ടുള്ള പാലും മാത്രം ഒഴിച്ചു വിട്ടാൽ ഈ 7% എന്നുള്ളത് 4% ആവും. ചോദ്യം ഒന്നുകൂടെ പറയാം. നോർമൽ പാലിൻ്റെ അകത്തിൽ 7% വെള്ളമുണ്ട്. നോർമൽ പാലിൻ്റെ അകത്തിൽ, നോർമൽ മിൽക്കിൻ്റെ അകത്തിൽ എവിടുന്നോ ഒരു നോർമൽ മിൽക്ക് വാങ്ങിച്ചാൽ അതിൽ 7% വെള്ളമുണ്ട്. ഇത് 4% 10 ലിറ്ററിൽ മിൽക്കിലോട്ട് എത്ര പ്യുവർ മിൽക്ക്, വെള്ളമില്ലാത്ത എത്ര പ്യുവർ മിൽക്ക് ഒഴിച്ചാൽ ഇത് 4% ആവും എന്നതാണ് ചോദ്യം. ഒന്നുകൂടെ പറയുന്നു, പാലിൻ്റെ അകത്തിൽ നോർമലി 7% വെള്ളമുണ്ട്. 10 ലിറ്റർ ഈ നോർമൽ പാലിൻ്റെ അകത്തിലോട്ട്
എത്രത്തോളം ശുദ്ധമായ വെള്ളമില്ലാത്ത പാലൊഴിച്ചാൽ ഇത് 4% എന്നതാണ് ചോദ്യം. ഇത് ഒരുപാട് കറങ്ങി നടക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 10 ലിറ്റർ നോർമൽ മിൽക്കിൻ്റെ അകത്തിൽ 7% വെള്ളമുണ്ട്. 10 ലിറ്റർ നോർമൽ മിൽക്കിൻ്റെ അകത്തിൽ 7% വെള്ളമുണ്ട്. ഇതിലേക്ക് എത്രത്തോളം ശുദ്ധമായ പാലൊഴിച്ചാൽ ഈ 7% എന്നുള്ളത് 4% നമ്മൾ ആദ്യം 10 ലിറ്ററിൽ എത്ര വെള്ളമുണ്ട് എന്ന് കണ്ടുപിടിക്കാം. 10 ലിറ്ററിൻ്റെ 7% വെള്ളം. അപ്പോൾ 10 × 7/100. ഇത് വെട്ടിക്കളയുമ്പോൾ 7/100 നമുക്ക് പറയാൻ കഴിയും 0/7 ആണ് വെള്ളം. അപ്പം നോർമൽ 10 ലിറ്ററിൽ 7% വെള്ളമുണ്ട്. അപ്പോൾ 10 ലിറ്ററിൽ എത്രത്തോളം വെള്ളമുണ്ടെന്ന് കാണാൻ 10ൻ്റെ 7% നമ്മൾ കണ്ടുപിടിക്കുക. 10ൻ്റെ 7% എന്ന് പറഞ്ഞാൽ 0.7 ലിറ്റർ വെള്ളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 0 പോയി 7/10 0.7 ലിറ്റർ വെള്ളം എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഇതിൻ്റെ അകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ ആണോ? മുമ്പോട്ട് പോകാം. ഇനി ഈ 0.7 എന്ന് പറയുന്നത് 4% അതിന് എത്രത്തോളം വെള്ളം പ്യുവർ പാലൊഴിച്ചാൽ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഏതോ ഒരു വാല്യൂവിൻ്റെ 4% 0.7. ഈ 0.7 വെള്ളമുണ്ട് ഇതിനകത്തിൽ. ഈ 0.7 എന്ന് പറയുന്നത് 4% ആക്കണം. അപ്പോൾ ഏതോ ഒരു വാല്യൂവിൻ്റെ 4% 0.7. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂവിൻ്റെ 4% 0.7 എന്നങ്ങിരിക്കട്ടെ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0.7 ഇൻറ്റു ഈ 4/100 അപ്പുറത്ത് പോകുമ്പോൾ 100/4 ആവും. കാര്യം ഒരു സമചിഹ്നത്തിന് അപ്പുറത്ത് പോകുമ്പോൾ താഴെയുള്ളത് മേളിലും മേളിലുള്ളത് താഴെയും വരും. ഈ 100ഉം 4ഉം വെട്ടിക്കളയുമ്പോൾ നമുക്കറിയാം 100നെ 4 കൊണ്ട് ഹരിക്കാൻ 2 പ്രാവശ്യം പകുതി എടുത്താൽ മതി. 4 കൊണ്ട് ഹരിക്കാൻ 100നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 25 വരും. 25 × 0.7 25 × 7 ചെയ്യുമ്പോൾ നമുക്ക് 175 വരും. 0.7 ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ 17.5 എന്ന് കിട്ടും. 17.5 ലിറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ 4% 0.7. ആലോചിച്ചു നോക്ക്. 17.5 ലിറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ 4% 0.7. ഇപ്പം നമ്മുടെ കയ്യിൽ 10 ലിറ്റർ ആവുള്ളേ. അത് 17.5 ലിറ്റർ ആയാൽ മാത്രമേ 4% ആകുള്ളൂ. അപ്പൊ 10 ലിറ്ററിനെ 17.5 ആക്കാൻ എത്രത്തോളം ശുദ്ധമായ പാൽ ഒഴിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 7.5 ലിറ്റർ. എവിടെ? ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ചില ആളുകൾക്ക് സ്വാഭാവികമായും ഇത് മനസ്സിലായിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനിതൊന്നുകൂടെ പറയും. മക്കളെ, 7% വെള്ളം എല്ലാ പാലിലും ഉണ്ട്. 7%. ഇപ്പൊ 10 ലിറ്റർ എടുത്താലും അതിൽ 7% ഉണ്ട്. 50 ലിറ്റർ എടുത്താലും അതിൽ 7% ഉണ്ട്. 30 ലിറ്റർ എടുത്താലും അതിൽ 7% ഉണ്ട്. ഇപ്പോൾ പാലിൻ്റെ അകത്തിൽ, നോർമൽ പാലിൻ്റെ അകത്തിൽ വെള്ളം 7% ഉണ്ട്. ഓക്കെ, ഈ 7% എന്ന് പറയുന്ന വാല്യൂ 4% വെള്ളത്തിലേക്ക് മാറ്റാൻ, 7% എന്ന് പറയുന്ന വെള്ളം 4% എന്ന രീതിയിലേക്ക് മാറ്റാൻ 10 ലിറ്റർ പാലിൻ്റെ അകത്തിൽ, പാലും വെള്ളം അടങ്ങിയ നോർമൽ പാലിൻ്റെ അകത്തിൽ എത്രത്തോളം ശുദ്ധമായ പാലൊഴിക്കണം? നോർമൽ ഒരു പാലെടുത്താൽ അതിൽ 7% വെള്ളമുണ്ട്. 10 ലിറ്റർ പാലെടുത്താൽ അതിൽ 7% വെള്ളമുണ്ട്. ആ 10 ലിറ്റർ പാലിൽ 7% വെള്ളമുണ്ട്. ഇത് 4%ത്തിലേക്ക് മാറ്റാൻ, ഈ 7% എന്നുള്ളത് 4%ത്തിലേക്ക് മാറ്റാൻ എത്രത്തോളം വെള്ളമില്ലാത്ത ശുദ്ധമായ പാൽ അങ്ങോട്ട് ചേർക്കണമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 10 ലിറ്ററിൽ 7% വെള്ളമാണ്. 10 ലിറ്ററിൽ എത്ര ചേർക്കണമെന്ന്? അപ്പൊ 10 ലിറ്ററിൽ മക്കളെ 7% വെള്ളമാണ്. അപ്പൊ 10 ലിറ്ററിന്റെ 7% കാണാൻ
10 ഇൻറ്റു 7/100. 4% വരെ 4 ഇൻറ്റു 100. 5% 5 അപ്പോൾ 10 ലിറ്റർ ആണുള്ളത്. അതിൽ 7% വെള്ളമാണ്. അപ്പോൾ 10 ലിറ്ററിൻ്റെ 7% കാണാൻ 10 ഇൻറ്റു 7/100. ഇത് പോയി മക്കളെ. 7/10. 7നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. 0.7 ലിറ്ററാണ് 10 ലിറ്ററിലെ വെള്ളം എന്ന് പറയുന്നത്. ഈ 0.7 ലിറ്റർ വെള്ളമാണ് 10 ലിറ്ററിലുള്ളത്. 0.7 ലിറ്റർ ആയതുകൊണ്ടാണ് 7% ആയത്. ആലോചിച്ച് നോക്ക്, ഡൗട്ട് ഉണ്ടോ? അപ്പൊ 10 ലിറ്ററിൽ 0.7 ലിറ്റർ വെള്ളമാണ്. കാര്യം 10 ലിറ്ററിന്റെ 7% എന്ന് പറയുന്നത് 10 ലിറ്ററിന്റെ 1% എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പൊ 7% എന്ന് പറയുന്നത് 0.7. 10 ഇൻറ്റു 7/100. അപ്പൊ 10 ലിറ്ററിൽ 0.7% വെള്ളമുണ്ട്. അതുകൊണ്ടാണ് ഇത് 7% ആയത്. ഓക്കെ, ഈ 0.7 ലിറ്റർ വെള്ളത്തിനെ നമുക്ക് 4% ആക്കണം. അപ്പം മൊത്തം എത്ര വേണം ആലോചിച്ച് നോക്ക്. മൊത്തം എത്ര കിട്ടിയാൽ 0.7 എന്ന് പറയുന്നത് 4% അപ്പം മൊത്തം എക്സ് ആണ്, അതിൻ്റെ 4% 0.7 എന്നിരിക്കട്ടെ. ഇനി അതല്ല, നമ്മൾ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ മൊത്തം 100 അതെത്രാന്ന് നമുക്കറിയത്തില്ല. 4 0.7 എന്നിരിക്കട്ടെ. അങ്ങനെയാണ് മൊത്തം എത്രയാന്ന് കാണാൻ 0.7 ഇൻറ്റു 100. ഒന്നുകൂടെ പറയുന്നു, 4% ആകണം 0.7. അങ്ങനെയാണ് മൊത്തം 100% അതെത്ര എന്ന് കാണണം. ഒന്നുകൂടെ പറയുന്നു, 0.7 വാട്ടർ ആണ് ഉള്ളത്. 4% ആകണം 0.7. അങ്ങനെയാണ് മുഴുവൻ എത്ര വരണം? മുഴുവൻ എന്ന് പറയുന്നത് 100% അത് ക്രോസ് ചെയ്യാം. 100 ഇൻറ്റു 0.7 ഡിവൈഡഡ് ബൈ 4. ഇത് വെട്ടിക്കളയുമ്പോൾ 25. 25 ഇൻറ്റു 0.7 17.5 ലിറ്റർ. മൊത്തം 17.5 ലിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ 0.7 എന്ന് പറയുന്നത് 4% ആവൂ. നമ്മുടെ കയ്യിൽ ഇപ്പൊ 10 ലിറ്റർ ഉണ്ട്. 10 ലിറ്ററിലേക്ക് മൊത്തം 17.5 വരണം. അപ്പൊ എത്രത്തോളം ശുദ്ധമായ പാൽ അങ്ങോട്ട് ചേർക്കണം? 17.5 നിന്ന് നമ്മുടെ കയ്യിലുള്ള 10 ലിറ്റർ കുറച്ച് 7.5 ലിറ്റർ. എങ്ങനുണ്ട്? മുമ്പോട്ട് വാ. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. 10 ലിറ്ററിൽ മക്കളെ 10 ലിറ്ററിൽ 7% വെള്ളമാണ്. 10ന്റെ 7% എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 7/100 0.7 ലിറ്റർ വെള്ളമാണ്. 10 ലിറ്ററിൽ 7% 0.7 ലിറ്റർ വെള്ളമുണ്ട്. ഈ 0.7 നമ്മൾ 4% ആക്കണം. 0.7 നമുക്ക് എങ്ങനെ 4% ആക്കാം? 0.7 എന്ന് പറയുന്നത് 4% ആക്കണം. 4% 0.7 എങ്കിൽ മുഴുവൻ എത്ര വരണം? മുഴുവൻ 100% വരണം. ഇത് ക്രോസ് ചെയ്ത് നോക്കിയാൽ മുഴുവൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും 17.5. മൊത്തം 17.5% അല്ലെ 17. ഇപ്പം മൊത്തം 0.7 4% ആകണം. ആലോചിച്ച് നോക്ക്, നമ്മുടെ കയ്യിൽ വെള്ളം 0.7 ലിറ്റർ ആണ്. ഈ വെള്ളം 4% ആകണം. 4% ആകണം 0.7 ലിറ്റർ. അങ്ങനെയാണ് മുഴുവൻ 100% എത്രയുണ്ടാകണം? ക്രോസ് ചെയ്തു. 100 ഇൻറ്റു 0.7 ഡിവൈഡഡ് ബൈ 4. 2 മേളിൽ 1. ഇത് വെട്ടിക്കളഞ്ഞു. 25. 25 ഇൻറ്റു 0.7 ചെയ്യുമ്പോൾ 25 ഇൻറ്റു 7 175. ഒരു സ്ഥാനം മാറ്റുമ്പോൾ 17.5 കിട്ടും. മക്കളെ മൊത്തം 17.5 ഉണ്ടെങ്കിൽ മാത്രമേ 4% 0.7 ആവൂ. നമ്മുടെ കയ്യിൽ ഇപ്പൊ 10 ലിറ്റർ ആണുള്ളത്. അത് 17.5 ഉണ്ടെങ്കിൽ മാത്രമേ ആകൂ. 10നെ 17.5 ആക്കണമെങ്കിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം 7.5 ലിറ്റർ ശുദ്ധമായ പാൽ അങ്ങോട്ട് ചേർക്കണം. ഇനി ഇങ്ങോട്ട് നോക്കൂ,
നമ്മുടെ കയ്യിൽ 0.7 ലിറ്റർ വെള്ളമാണുള്ളത്. ആ 0.7 ലിറ്ററിനെ 4% അപ്പം മൊത്തം എത്രയോ ഒരു വാല്യൂ ഉണ്ട്, അതിൻ്റെ 4% 0.7. ഒന്നുകിൽ 100%, 4% 0.7, 100% എത്രന്ന് ക്രോസ് ചെയ്യാം. ഇനി അതല്ല എക്സ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ മൊത്തം എത്രയോ ലിറ്ററുകളുണ്ട്, എക്സ് ആണെന്നിരിക്കട്ടെ, അതിൻ്റെ 4% 0.7. മൊത്തം എത്രയോ ലിറ്റർ ഉണ്ട്, എക്സ് ആണെന്നിരിക്കട്ടെ, അതിൻ്റെ 4%, എക്സ് ഇൻറ്റു 4/100 0.7. അപ്പൊ എക്സ് കാണാൻ 0.7 ഇൻറ്റു 4/100 അപ്പുറത്ത് പോകുമ്പോൾ 100/4 ആകും, 25 വരും, 17.5 ലിറ്റർ. ഓക്കെ ആണോ? മൊത്തം 17.5 ഉണ്ടെങ്കിൽ മാത്രമേ ഈ 0.7 എന്ന് പറയുന്നത് 4% ആകൂ. നമ്മുടെ കയ്യിൽ ഇപ്പൊ 10 ലിറ്റർ ആണുള്ളത്. അത് 17.5 ആകണമെങ്കിൽ, മൊത്തം 17.5 ആകണമെങ്കിൽ ഈ 10ന്റെ കൂടെ 7.5 ലിറ്റർ ശുദ്ധമായ പാലങ്ങട് ചേർക്കണം. സോ നമ്മളോട് ചോദിച്ചേക്കുന്നു, വാട്ട് ക്വാണ്ടിറ്റി ഓഫ് പ്യുവർ മിൽക്ക് ഷുഡ് ബി ആഡഡ്? എത്ര ആഡ് ചെയ്യണം? 7.5 ലിറ്റർ. ഓപ്ഷൻ ബി. അപ്പൊ മക്കളെ, എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ഈ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറെ നാളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ് ഈ ചോദ്യം. ഈ ചോദ്യം നിങ്ങൾ ഒന്നും കൂടെ ചെയ്ത് നോക്കണം. ഇനിയും മനസ്സിലാകാത്തവർ ഒന്നുകൂടെ റിവേഴ്സ് പോയിട്ട് ആ ചോദ്യം നന്നായിട്ട് സെറ്റ് ആക്കണം. ഇനിയും ചോദിക്കാനുള്ള സാധ്യത ഏറെയാണ് ആ മോഡൽ. 2024 ഡിഗ്രി മെയിൻസിന് വന്ന ഒരു ചോദ്യമാണ് ഇത്. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് 60% of x minus y equal to 40% of x plus y, then what percentage of x is y? മലയാളത്തിൽ പറഞ്ഞാൽ എക്സ് മൈനസ് വൈയുടെ 60% എക്സ് പ്ലസ് വൈയുടെ 40% തുല്യമാണ് എങ്കിൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ് ഈസ് വൈ? വൈയുടെ എത്ര ശതമാനമാണ് എക്സ്? സോറി, എക്സിൻ്റെ എത്ര ശതമാനമാണ് വൈ? ഒന്നുകൂടെ പറയുന്നു, എക്സ് മൈനസ് വൈയുടെ 60% എക്സ് പ്ലസ് വൈയുടെ 40% തുല്യമാണ്. ദെൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ് ഈസ് വൈ? എക്സിൻ്റെ എത്ര ശതമാനമാണ് വൈ? തുടങ്ങാം. ഇവിടെ നമ്മളോട് എന്തോ പറയുന്നത്? 60% ഓഫ് എക്സ് മൈനസ് വൈ. 60% ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഇൻറ്റു 60/100. ഇനി 40% ഓഫ് എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈയുടെ 40%. അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻറ്റു 40/100. ഇത് രണ്ടും തുല്യമാണ് എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ പറയുന്നു, എക്സ് മൈനസ് വൈയുടെ 60%. എക്സ് മൈനസ് വൈയുടെ 60% എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു 60/100. എക്സ് പ്ലസ് വൈയുടെ 40%. എക്സ് പ്ലസ് വൈ ഇൻറ്റു 40/100. ഇത് രണ്ടും സുഹൃത്തുക്കളെ തുല്യം. ഇനി ഈ ചോദ്യം ഈ പൂജ്യോടെ പോയി. കാര്യം 60ഉം 10 വെട്ടുമ്പോൾ നമുക്ക് എന്തായാലും പോകും. ഇനി സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ രണ്ട് സൈഡിലും ഡിനോമിനേറ്റർ 10 ഉണ്ട്. നമുക്കത് ക്യാൻസൽ ചെയ്യാം. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, രണ്ട് സൈഡിലും ഡിനോമിനേറ്റർ 10 ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ഒരുമിച്ച് 100 ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് ഈ സൈഡിൽ നിന്ന് 0 ക്യാൻസൽ ചെയ്താലും മതി. ഒന്നുകൂടെ പറയുന്നു, നോക്കിക്കോണം. എക്സ് മൈനസ് വൈയുടെ 60% എക്സ് പ്ലസ് വൈയുടെ 40% തുല്യമാണ്. അപ്പൊ എക്സ് മൈനസ് വൈ ഇൻറ്റു 60/100 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു 40/100. ഓക്കെ, ഇനി സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, രണ്ട് സൈഡിലും ഡിനോമിനേറ്റർ പാർട്ടിൽ ഒരു 100 ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാര്യം ഇവിടെയും ഡിനോമിനേറ്റർ 100 ആണ്, അവിടെയും ഡിനോമിനേറ്റർ 100 ആണ്. രണ്ട് സൈഡിലും ഇവിടുന്നും ഒരു 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, അങ്ങനെയൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാര്യം ഇവിടുന്ന് 0 പോയാൽ 6/10 ആവും, ഇവിടുന്ന് 0 പോയാൽ 4/10 ആവും. രണ്ട് സൈഡിലും ഛേദത്തിൽ 10 ഉണ്ട്, അപ്പോൾ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ക്യാൻസൽ ചെയ്യാതെ വേണേലും ചെയ്യാം, പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ ആവും. അതിൽ നല്ല രണ്ട് സൈഡിലും 100 ഉണ്ട്, അത് നമുക്ക് വെട്ടിക്കളയാം.
ഇനി രണ്ട് സൈഡിലും നിങ്ങൾ നോക്കിയാൽ 0 ഉണ്ട്, അല്ലെ 6 × 10 4 × 10 എന്ന് എഴുതിയാലും മതി. രണ്ട് സൈഡിൽ നിന്നും 10 അല്ലെ 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി എന്തുണ്ട്? x - y × 6 = x + y × 4 എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് x അകത്തേക്ക് കൊടുക്കാം. സംഖ്യ അകത്തേക്ക് കൊടുക്കാം. 6x മൾട്ടിപ്ലൈ ചെയ്താൽ 6x, 6ഉം y മൾട്ടിപ്ലൈ ചെയ്താൽ -6y = 4x മൾട്ടിപ്ലൈ ചെയ്താൽ 4x, 4ഉം y മൾട്ടിപ്ലൈ ചെയ്താൽ +4y. കണ്ടോ? 6 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു 6x -6y, 4x +4y. ഇനി x എല്ലാം നമുക്ക് ഒരു സൈഡിൽ കൊണ്ടുപോവാം, y എല്ലാം നമുക്ക് ഒരു സൈഡിൽ കൊണ്ടുപോവാം. എക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അവിടെ 6x ഉണ്ട്. ഈ 4x ഇങ്ങോട്ട് വരുമ്പോൾ -4x ആവും. ഇവിടെ മക്കളെ 4y ഉണ്ട്, -6y അപ്പുറത്ത് പോകുമ്പോൾ +6y ആവും. കാര്യം സമചിഹ്നത്തിന് അപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. 6x -4x, 4y -6y അപ്പുറത്ത് പോകുമ്പോൾ +6y. അപ്പൊ 2x = 10y എന്ന് വരും. ഓക്കെ ആണോ? 2x = 10y എന്ന് വരും. അങ്ങനെയാണ് ഞാൻ ഇവിടോട്ട് എഴുതുവാണ്. ഇവിടെ ഓൾറെഡി x ഉണ്ട്, നോക്കണം x. ഈ y ഇവിടേക്ക് വരുമ്പോൾ x/y ആവും. x ഇവിടേക്ക് വരുമ്പോൾ x/y ആവും. ഇവിടെ ഓൾറെഡി 10 ഉണ്ട്, ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 10/2 ആവും. കാര്യം ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 10. ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് 5/1 എന്ന് കിട്ടും. അപ്പൊ x/y വാല്യൂ 5/1 എന്ന് കിട്ടും. ഇത് കണക്ട് ചെയ്താൽ എക്സിന്റെ വാല്യൂ 5 ആണെന്നും വൈയുടെ വാല്യൂ 1 ആണെന്നും നമുക്ക് മനസ്സിലാവും. അപ്പൊ എക്സിന്റെ വാല്യൂ 5 ആണെന്നും വൈയുടെ വാല്യൂ 1 ആണെന്നും നമുക്ക് മനസ്സിലാവും. ഓക്കെ ആണോ? ഇങ്ങനെ കിട്ടിയ കാര്യം x/y സ്ഥാനത്ത് അപ്പുറത്ത് 5/1. അപ്പൊ x കിടക്കുന്നിടത്ത് 5ഉം y കിടക്കുന്നിടത്ത് 1ഉം. ഇനി ഇവിടെ വരെ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളെല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കും. പറ. x - y 60% 60/100, x + y 40% തുല്യമാണ് x + y × 40/100. ഈ സൈഡിൽ 100, ഈ സൈഡിൽ 100, ക്യാൻസൽ. ഇവിടെ മേളിൽ ഒരു 0, ഇവിടെയും 0, ക്യാൻസൽ. ഇനി 6. അപ്പൊ ഈ സാധനം x - y × 6 = x + y × 4 ആണ്. ഇനി ഞാൻ 6 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 6x - 6y = 4x + 4y. ഞാൻ x ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു, 6x ഇവിടെ ഓൾറെഡി ഉണ്ട്, +4x അപ്പുറത്ത് പോകുമ്പോൾ -4x. ഇവിടെ 4y ഉണ്ട്, -6y അപ്പുറത്ത് പോകുമ്പോൾ +6y. അപ്പൊ 4x ൽ നിന്ന് 6x ൽ നിന്ന് 4x പോയാ 2x = 4yയും 6y കൂട്ടിയ 10y ആവും. ഇങ്ങനെ ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ടൈം ആൻഡ് വർക്കൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഈ സാധനം കുറച്ചും കൂടെ എളുപ്പമാവും. കാര്യം ഈ ഒരു ഫോമിൽ കിടക്കുവാണെങ്കിൽ x/y എന്ന് പറയും, x/y എന്ന് പറയുന്നത് എക്സിന് വൈയുടെ 10ഉം വൈക്ക് എക്സിന്റെ 2ഉം എഴുതാം. റേഷ്യോ പ്രപ്പോർഷൻ പഠിക്കുമ്പോൾ ഈ ഫോമാറ്റിൽ കിടക്കുന്നതെല്ലാം ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നൊരു എളുപ്പ വഴിയിലേക്ക് നിങ്ങൾ വരും. കാര്യം ഈ ഒരു ഫോമാറ്റിൽ കിടക്കുവാണ് എക്സിന് വൈയുടെ 10ഉം വൈക്ക് എക്സിന്റെ 2ഉം എഴുതാം. അപ്പൊ ഈ ഒരു ഫോമാറ്റിലാണ് x/y കാണാൻ എക്സിന് വൈയുടെ 10ഉം വൈക്ക് എക്സിന്റെ 2ഉം 10ഉം വൈയും 10ഉം 2ഉം വെട്ടിക്കളഞ്ഞ് 5/1 എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. എക്സിന് വൈയുടെ 10ഉം വൈയുടെ എക്സിന്റെ 2ഉം. അപ്പൊ 10ഉം 2ഉം വെട്ടിക്കളഞ്ഞ് 5/1. ഇനി നിങ്ങൾക്ക് ആ ഷോർട്ട് കട്ട് മനസ്സിലാവുന്നില്ല പോട്ട്. ഇവിടെ ഓൾറെഡി x ഉണ്ട്, ഈ y ഇവിടേക്ക് വരുമ്പോൾ x/y ആവും. ഇവിടെ ഓൾറെഡി 10 ഉണ്ട്, ഈ 2 ഇവിടേക്ക് വരുമ്പോൾ കാര്യം ഇവിടെ ഓൾറെഡി x, y ഇവിടേക്ക് വരുമ്പോൾ x/y. ഇവിടെ ഓൾറെഡി 10, ഈ 2 ഇവിടേക്ക് വരുമ്പോൾ 10/2. ഇത് വെട്ടിക്കളയുമ്പോൾ 5/1, 10ഉം 2ഉം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും x/y = 5/1. മക്കളെ ഈ 10/2 വെട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതിനകത്തൊന്നും പ്രശ്നമില്ല. എക്സിന്റെ വാല്യൂ 10 വൈയുടെ വാല്യൂ 2 എടുത്താലും ഉത്തരം കിട്ടും. പിന്നെ ഞാൻ അങ്ങ് ചെറുതാക്കിയെന്നേ ഉള്ളൂ. അപ്പൊ x/y = 5/1. അപ്പൊ എക്സിന്റെ വാല്യൂ 5 ആണെന്നും വൈയുടെ വാല്യൂ 1 ആണെന്നും നമുക്ക് മനസ്സിലായി.
ഇനി ഇവനെ റിലേറ്റ് ചെയ്തിട്ട് എന്തു കുന്തം ചോദിച്ചാലും നമ്മൾ ചെയ്യും. നമ്മളോട് എന്ത് ചോദിച്ചേ? വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ് ഈസ് വൈ? എക്സിന്റെ എത്ര ശതമാനമാണ് വൈ? വൈ നമ്മൾ മേളിൽ എഴുതുക. എക്സിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് എക്സ് താഴെ എഴുതുക ഇൻറ്റു 100. ഒന്നുകൂടെ വൈ ആണ് കാണണ്ടേ, വൈ മേളിൽ എഴുതുക. എക്സിന്റെ എത്ര എന്നാ ചോദിച്ചത്? എക്സിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് എക്സ് താഴെ എഴുതുക ഇൻറ്റു 100. ഒന്നുകൂടെ വൈ മേളിൽ എഴുതുക. എക്സിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് എക്സ് താഴെ എഴുതുക ഇൻറ്റു 100. വൈ മേളിൽ എഴുതുക. എക്സിനെ വെച്ച് കമ്പയർ എക്സ് താഴെ എഴുതുക ഇൻറ്റു 100. നമ്മുടെ ഉത്തരം 20%. 100നെ 5 കൊണ്ട്. ഇനി അതല്ല, ഇങ്ങനെ വേണേലും ചിന്തിക്കാം. എക്സിന്റെ എത്ര ശതമാനമാണ് വൈ? എക്സ് 5. 5 എന്ന് പറയുന്നത് 100 ആണെങ്കിൽ വൈ 1. 1 എന്ന് പറയുന്നത് എത്രയാണ് എന്ന് നമുക്ക് ക്രോസ് ചെയ്താലും മതി. അതിനേക്കാളും നല്ലത് എക്സ് 5 ആണ്, വൈ 1 ആണ്. എക്സിന്റെ എത്ര ശതമാനമാണ് വൈ? വൈ 1. എക്സിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് എക്സ് അടിയിൽ ഇൻറ്റു 100. അപ്പൊ നമ്മൾ മാർക്ക് എടുക്കാറുണ്ട്. 17ന്റെ എത്ര ശതമാനമാണ് 3? 3/17 ഇൻറ്റു 100. 100ന്റെ എത്ര ശതമാനമാണ് 5? 5/100 ഇൻറ്റു 100. 600ന്റെ എത്ര ശതമാനമാണ് 210? 210/600 ഇൻറ്റു 100. 500ന്റെ എത്ര ശതമാനമാണ് 170? 170/500 ഇൻറ്റു 100. അതുപോലെ എക്സിന്റെ എത്ര ശതമാനമാണ് വൈ? അപ്പോ വൈ മേളിൽ എഴുതി 1. എക്സിനെ വെച്ചാ കമ്പയർ ചെയ്ത്, അതുകൊണ്ട് അത് താഴെ 5 ഇൻറ്റു 100. എക്സിന്റെ എത്ര ശതമാനമാണ് വൈ? വൈ മേളിൽ 1. എക്സിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് 5 ഇൻറ്റു 100. നമ്മുടെ ഉത്തരം പക്ക ക്ലിയർ ആണ്, 20%. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. എക്സ് പ്ലസ് വൈയുടെ എക്സ് മൈനസ് വൈയുടെ 60%, എക്സ് മൈനസ് വൈ ഇൻറ്റു 60/100. എക്സ് പ്ലസ് വൈയുടെ 40%, എക്സ് പ്ലസ് വൈ ഇൻറ്റു 40/100 തുല്യമാണ്. ഇനി ചില ടീമുകൾ എക്സ് മൈനസ് വൈ എക്സ് പ്ലസ് വൈ എഴുതിയ ശേഷം 2 സംഖ്യകളുടെ തുകയും വ്യത്യാസം ഉണ്ടെങ്കിൽ വലിയ സംഖ്യ കാണാൻ തുക പ്ലസ് വ്യത്യാസം /2, ചെറിയ സംഖ്യ കാണാൻ തുക മൈനസ് വ്യത്യാസം /2 എന്ന് പറയുന്ന ഒരു ഫോമുല ഉണ്ട്. അത് വെച്ചിട്ട് 5 1 എടുക്കാം. പിന്നെ അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് 100 100 പോയി, 0 0 പോയി, 6x മൈനസ് 6y. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ 2x പ്ലസ് 2x സമം 10y എന്ന് കിട്ടും. അപ്പൊ എക്സിന് വൈയുടെ 10ഉം വൈക്ക് എക്സിന്റെ 2ഉം കൊടുത്താൽ ഈസിയാണ്. അപ്പൊ 10:2 വെട്ടിക്കളയുമ്പോൾ 5:1. ഇനി അതല്ല, ഇവിടെ കൊണ്ടുവന്ന് 10/2 ആവും. 10ന് 2ഉം എക്സിനും വൈക്കും കൊടുത്താലും മതി. ചെറുതാക്കിയപ്പോൾ 5/1. എക്സിന്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 1. അപ്പൊ എക്സിന്റെ എത്ര ശതമാനമാണ് വൈ? വൈ മേളിൽ, താഴെ എക്സ്, താഴെ 5 ഇൻറ്റു 100. നമ്മുടെ ഉത്തരം 20% ബി. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ളത് ഒന്നുകൂടെ എടുത്ത് നോക്കണം. എല്ലാ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് കൂടെ ആവുമ്പോൾ പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിലും മെയിൻസ് പരീക്ഷയിലും എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നമ്മൾ പഠിച്ചു മാറിയിട്ടുണ്ടാവും. ഇനി ഇതിനെ കണക്ട് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ വരും. അപ്പോഴൊക്കെ ഇത്രയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ കുറേ വർക്കൗട്ട് ചോദ്യങ്ങൾ ടെലിഗ്രാമിൽ ഞാൻ തരാം. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അവിടെ ഇടുന്ന എക്സ്ട്രാ വർക്കൗട്ട് ചോദ്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ ചെയ്തു നോക്കണം. ഈ ടോപ്പിക് അതുകൂടെ ആകുമ്പോഴത്തേക്കിന് പക്ക ക്ലിയർ ആവും, സെറ്റ് ആവും. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും താങ്ക് യു. സൈനിങ് ഓഫ്, ജെറി.